أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ألف لام ميم. تلك آيات الكتاب الحكيم هدى ورحمة للمحسنين الذين يقيمون الصلاة ويؤتون الزكاة وهم بالآخرة هم يوقنون أولئك على هدى من ربهم وأولئك هم المفلحون. ومن الناس من يشتري لهو الحديث ليضل عن سبيل الله بغير علم ويتخذها هزوا أولئك لهم عذاب. السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. اتقوا الله حيثما كنتم. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. ബഹുമാന്യരായ ജ്യേഷ്ഠ സഹോദരങ്ങളെ, കാരണവന്മാരെ, സഹപ്രവർത്തകന്മാരെ, സുഹൃത്തുക്കളെ, ISM-ന്റെയും KNM-ന്റെയും MSM-ന്റെയും ഒക്കെ സജീവരും ശക്തരുമായ പ്രവർത്തകന്മാരെ, ചക്കരക്കല്ല് യൂണിറ്റ് സംഘടിപ്പിക്കുന്ന ഈ പ്രോഗ്രാം അടുത്തുനിന്നും ദൂരെ നിന്നും വീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന മാന്യരായ ശ്രോതാക്കളെ, ഇതര മതങ്ങളിലും പ്രത്യയശാസ്ത്രങ്ങളിലും വിശ്വസിച്ചുകൊണ്ടിരിക്കുന്ന, മതങ്ങളെ പരസ്പരം അറിയാനും പഠിക്കാനും ആഗ്രഹിക്കുന്ന, ഇസ്ലാം എന്ന് പറയുന്ന ഋജുവായ നേരായ സുതാര്യമായ പാതയെക്കുറിച്ച് സംസാരിക്കുന്നത് കേൾക്കുവാനും മനസ്സിലാക്കുവാനും ആലോചിക്കുവാനും യൗവനത്തിന്റെ ഈ പ്രത്യേക സമയത്തെ നീക്കിവച്ച് ഈ അനുഗ്രഹീതമായ പ്രായത്തെക്കുറിച്ചും
അത് വിനിയോഗിക്കുന്ന മാർഗങ്ങളെക്കുറിച്ചും ഒരു സൂചനാത്മകമായ സംസാരം മാത്രമാണ് ഞാൻ നിങ്ങളുടെ മുമ്പാകെ വെക്കാൻ ആഗ്രഹിക്കുന്നത്. സംസാരത്തെ സാഗൂതം ശ്രദ്ധിക്കുകയും ഈ സംസാരത്തിലെ പോസിറ്റീവായ വശങ്ങളെ സ്വായത്തമാക്കുവാനും ജീവിതത്തിന്റെ പ്രായോഗിക തലങ്ങളിലേക്ക് അതിനെ കൊണ്ടുവരാനും സംസാരിക്കുന്ന ഞാനും കേൾക്കുന്ന നിങ്ങളും പരിശ്രമിക്കണം എന്ന് ആമുഖമായി നിങ്ങൾക്ക് മുമ്പാകെ എന്നോടും നിങ്ങളോടും ഓർമ്മപ്പെടുത്തുകയാണ്. വനാന്തരത്തിലൂടെ നടന്നുപോകുന്ന ഒരു മനുഷ്യൻ വനത്തിൽ ഗർജിക്കുന്ന സിംഹമുണ്ടാകും, തേറ്റകളുള്ള വ്യത്യസ്ത മൃഗങ്ങളുണ്ട്, ആനയുണ്ട്, ഒട്ടനവധി ജീവജാലങ്ങൾ മനുഷ്യന് പേടിയുള്ളതും പേടിയില്ലാത്തതുമൊക്കെയായി. ഇസ്ലാമിക വിജ്ഞാനം ഗ്രന്ഥത്തിലൂടെ സമ്മാനിച്ച ഒരു പണ്ഡിതൻ അദ്ദേഹത്തിന്റെ ഗ്രന്ഥത്തിൽ മനുഷ്യന്റെ ജീവിതം എന്താണ് എന്ന് പഠിപ്പിക്കാൻ നൈമിഷികമായ, നശ്വരമായ, തുച്ഛമായ ഈ ജീവിതത്തെ ഏറ്റവും വലിയ വില കൊടുത്ത് കണ്ടുകൊണ്ട് വരാനിരിക്കുന്ന അനന്തമായ, അനശ്വരമായ, ശാശ്വതമായ പരലോകത്തെ മറന്നുപോകുന്ന ഒരു തലമുറയോട് ഒരു ചരിത്രത്തിലൂടെ, ഒരു കഥയിലൂടെ ഇമാം സംസാരിക്കുകയാണ്. വനാന്തരത്തിലൂടെ നടന്നുപോകുന്ന മനുഷ്യൻ തൊട്ടു മുന്നിലോ തൊട്ടു പിറകിലോ ഒരു സിംഹത്തെ കാണുക, എന്നിട്ട് രക്ഷപ്പെടുക എന്നത് സാധാരണഗതിയിൽ അസാധ്യമാണ്. ഒരു ഗർജിക്കുന്ന സിംഹത്തിന്റെ ശബ്ദം, ആ ഗർജനം ദൂരെ നിന്ന് കേട്ട് മനസ്സിലാക്കി നടന്നുപോകുന്ന മനുഷ്യൻ ഓടി രക്ഷപ്പെടാൻ ആഗ്രഹിച്ചു. അദ്ദേഹം ഓട്ടം അതിശക്തമായി എത്ര വേഗത്തിലോടാൻ പറ്റുമോ അത്ര വേഗത്തിലോടുകയാണ്. ഈ കാലടി ശബ്ദവും മനുഷ്യന്റെ അവർക്ക് തിരിച്ചറിയാവുന്ന വ്യത്യസ്തമായ സിഗ്നലുകളും വെച്ചുകൊണ്ട് ഒരു മനുഷ്യന്റെ വരവ്, അവന്റെ തിരിച്ചുപോക്ക് ഈ സിംഹം മനസ്സിലാക്കുന്നു. മറ്റൊന്നും ആലോചിക്കാതെ ഓടി രക്ഷപ്പെടുക എന്നത് അസാധ്യമായതുകൊണ്ട് തൊട്ടടുത്ത് കണ്ട ഒരു കിണർ പോലെ, ഒരു പൊട്ടക്കിണറായി കിടക്കുന്ന കിണറിലേക്ക് അയാൾ ഇറങ്ങുകയാണ്, ചാടി ഇറങ്ങുകയാണ്. ഒരു വലിയ വള്ളിയിൽ പിടിച്ചുകൊണ്ടാണ് അയാളുടെ ഇറക്കം. പക്ഷേ കിണറിന്റെ അടിഭാഗത്തേക്ക് നോക്കുമ്പോ അവിടുത്തെ അവസ്ഥ കണ്ടുകൊണ്ട് ഇറങ്ങാൻ അയാൾക്ക് തോന്നുന്നില്ല. ഇനി കരയിലേക്ക് കയറിപ്പോയാൽ തന്നെ കടിച്ചുകീറാൻ തയ്യാറായി നിൽക്കുന്ന ഒരു സിംഹത്തിന്റെ വരവ് അയാൾ ഓർക്കുകയും ചെയ്യുന്നു. എന്താണ് ജീവിതം എന്നതിന് എന്റെ ശബ്ദം കേൾക്കുന്ന ഓരോ ചെറുപ്പക്കാരും ആമുഖമായി ഞാൻ ഈ വെക്കുന്ന കഥ നിങ്ങളുടെ ഹൃദയത്തിലുണ്ടാകണം. അയാൾ പിടിച്ചിരിക്കുന്ന വള്ളിയിൽ തന്നെ ബലമായി പിടിച്ച് മുകൾ ഭാഗത്തേക്ക് നോക്കുമ്പോ തന്നെ കടിച്ചുകീറാൻ തയ്യാറായി നിൽക്കുന്ന ഒരു സിംഹം കിണറിന്റെ കരഭാഗത്തുണ്ട്. ഏറെ ആഴമേറെ ഇല്ലാത്ത ഈ കിണറിന്റെ അടിഭാഗത്തേക്ക് നോക്കുമ്പോ തന്നെ കൊത്തിവലിക്കാൻ തയ്യാറായി പത്തി വിടർത്തി നിൽക്കുന്ന ഒരു സർപ്പവും അടിഭാഗത്ത് കാണുന്നു. നമ്മുടെ മനസ്സിലൊക്കെ ഒരു ചോദ്യം നമുക്ക് ഉന്നയിക്കാം, ഇനി അയാൾ എന്തു ചെയ്യും? താഴ്ഭാഗത്തേക്ക് ഇറങ്ങിപ്പോയാൽ സർപ്പത്തിന്റെ കടിയേൽക്കേണ്ടി വരും.
മുകൾ ഭാഗത്തേക്ക് കയറിപ്പോയാൽ സിംഹത്തിന്റെ ആക്രമണമുണ്ടാവും. താൻ പിടിച്ചിരിക്കുന്ന പിടിവള്ളിയിൽ മുറുകെ പിടിച്ച് ആ വള്ളി എവിടെ നിന്നാണോ പുറപ്പെടുന്നത് അതിന്റെ മുരട് ഭാഗം എവിടെ എന്നയാൾ ശരിക്കു ശ്രദ്ധിക്കുമ്പോ ഒരു കറുത്ത എലിയും ഒരു വെളുത്ത എലിയും ഈ വള്ളി എവിടെ നിന്ന് ആരംഭിക്കുന്നുവോ അതിന്റെ മുരട് ഭാഗം കാർന്നു തിന്നുകൊണ്ടിരിക്കുന്നു. വള്ളിയറ്റ പോകുന്നതിന് മുമ്പ് കിണറിൽ നിന്ന് കയറി രക്ഷപ്പെടാം എന്ന് വിചാരിച്ചാൽ സിംഹത്തിന്റെ മുമ്പിലാണ്. ഈ വള്ളിയിൽ തന്നെ എനിക്ക് പിടിച്ചു നിന്നുകൊണ്ട് രക്ഷപ്പെടാമെന്ന് വിചാരിച്ചാൽ ഒരു കറുത്ത എലിയും ഒരു വെളുത്ത എലിയും താൻ പിടിച്ചിരിക്കുന്ന വള്ളിയെ കാർന്ന് തിന്നുകൊണ്ടിരിക്കുകയാണ്. ഇറങ്ങി വള്ളി അറ്റുപോകുന്നതിന് മുമ്പ് ഇറങ്ങിപ്പോയാൽ സർപ്പം അവനെ കാത്തുനിൽക്കുന്നു. എന്റെ ശബ്ദം കേൾക്കുന്ന മനുഷ്യരെ, ഇതാണ് മനുഷ്യനെന്ന് പറയുന്ന കൊടാനുകോടി ജന്തുലോകത്ത് ജീവലോകത്ത് വൈവിധ്യത്വമായി അല്ലെങ്കിൽ വളരെ വളരെ വൈവിധ്യമായി വളരെ വ്യത്യസ്തനായി നിൽക്കുന്ന ഏറ്റവും വലിയ പ്രത്യേകതയുള്ള ശാരീരിക ഘടന കൊണ്ട്, ബുദ്ധിശക്തി കൊണ്ട്, വിവേചനശക്തി കൊണ്ട്, സത്യവും അസത്യവും വേർതിരിച്ചറിയാനുള്ള കഴിവ് ഇവന് മാത്രം നൽകിക്കൊണ്ട്, ധർമാധർമ്മങ്ങളെ തിരിച്ചറിയാനുള്ള കഴിവ് ഈ മനുഷ്യന് മാത്രം നൽകിക്കൊണ്ട്, ഏതാണ് ശരി, ഏതാണ് തെറ്റ്, ഏതാണ് ധർമ്മം, ഏതാണ് അധർമ്മം, ഏതാണ് നീതി, ഏതാണ് അനീതി, ഏതാണ് ബാത്തില്, ഏതാണ് ഹക്ക്, ഏതാണ് കുഫർ, ഏതാണ് ഈമാൻ, ഏതാണ് ഇരുട്ട്, ഏതാണ് വെളിച്ചം എന്ന അർത്ഥത്തിൽ മനുഷ്യരെ നമുക്ക് മാത്രം. ഇത് മൃഗജന്തു ലോകത്തിനില്ല. എന്റെ ജീവിതമാകട്ടെ ഇത് വളരെ തുച്ഛമാണ്, വളരെ നൈമിഷികമാണ്. മരണമാകുന്ന ഒരു വള്ളിയാണ്, ഒരു വെളിയാളമാണ് ആ മനുഷ്യൻ നോക്കിക്കാണുന്ന അവൻ പിടിച്ചിരിക്കുന്ന വള്ളി. അതാണ് അവന്റെ ആയുസ്. രക്ഷപ്പെടാനാവില്ല, ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്ന് വിചാരിച്ച് ഞാൻ കണ്ണൂരിലേക്ക് യാത്ര പോയാൽ, ഇവിടെ പ്രശ്നമുണ്ടാകുമെന്ന് കരുതി ഞാൻ ഇരിട്ടിയിലേക്ക് യാത്ര പോയാൽ, ഇവിടെ പ്രശ്നമുണ്ടാകുമെന്ന് വിചാരിച്ച് ആ ദിക്കിലേക്ക് കോഴിക്കോട്ടേക്ക് ഞാൻ യാത്ര പോയാൽ, ഇങ്ങ് കാസർഗോഡേക്ക് ഞാൻ യാത്ര പോയാൽ, ഇല്ല, എന്റെ വിധിക്കനുസൃതമായി ഞാൻ ജനിക്കുന്നതിന്റെ, ലോകത്തെ സംവിധാനിക്കുന്നതിന്റെ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് അല്ലാഹു തആല ആദ്യമായി പേന ഉണ്ടാക്കി അത് രേഖപ്പെടുത്തി വെക്കാൻ പറഞ്ഞു. എന്ത്? ലോകത്ത് സംഭവിക്കാനുള്ള സകല സംഭവങ്ങളും. ചക്കരക്കല്ല് എന്ന് പറയുന്ന പ്രദേശത്ത് സുന്നിയാകട്ടെ, മുജാഹിദാകട്ടെ, ജമാഅത്താകട്ടെ, തബ്ലീഗാകട്ടെ, ഹൈന്ദവനാകട്ടെ, ക്രൈസ്തവനാകട്ടെ, മനുഷ്യരെ, നമ്മുടെ എല്ലാവരുടെയും ആയുസ് നിർണയിക്കപ്പെട്ടു കഴിഞ്ഞു. ഇന്നല്ല, ഈ ഭൂലോകത്തേക്ക് ജനിച്ചു വരുന്നതിന് മുമ്പ് ആരൊക്കെ ഇവിടെ ജനിക്കാനുണ്ട്, ആരൊക്കെ ഏതൊക്കെ സ്ഥാനമാനങ്ങളിലെത്തും, അങ്ങനെ എല്ലാം ലോകം അവസാനിക്കുന്നത് വരെയുള്ള സകലമാന സംഭവങ്ങളും രേഖപ്പെട്ടു കഴിഞ്ഞുവെന്ന് വിശ്വസിക്കുന്ന ഒരു പ്രത്യേക വിശ്വാസ അടിസ്ഥാനത്തിൽ ജീവിക്കുന്ന ഒരു മതത്തിന്റെ അനുയായികളാണ് ഞാനും സംസാരം കേൾക്കുന്ന മുസ്ലിം സഹോദരങ്ങളും. ആ വിശ്വാസത്തിലേക്ക് മനുഷ്യരെ നിങ്ങൾ വരണമെന്ന് നിങ്ങളോട് ആവശ്യപ്പെടാൻ, അത് എന്റെ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്നവർ ഇത് സാഗൂതം ശ്രദ്ധിക്കുക. പറഞ്ഞു വെച്ചതിന്റെ ആമുഖം എന്താണ്? ആ കറുത്ത എലി മനുഷ്യരെ നമ്മുടെ ജീവിതത്തിലൂടെ കടന്നുപോകുന്ന രാത്രിയാണ്. ആ വെളുത്ത എലി ജീവിതത്തിലൂടെ കടന്നുവരുന്ന പകലുകളാണ്. എന്റെ ആയുസ്സാകുന്ന വള്ളിയെ രാത്രിയും പകലും തിന്നുകൊണ്ടിരിക്കുന്നു. ഷിഹാബ് എന്ന് പറയുന്ന മലപ്പുറം ജില്ലയിലെ എടക്കര പ്രദേശത്തുകാരനായ എന്റെ ആയുസ് 40-ലാണെങ്കിൽ ഏതാനും വർഷങ്ങൾ മാത്രം, 50-ലാണെങ്കിൽ ഏതാനും വർഷങ്ങൾ മാത്രം, 35-ലാണെങ്കിൽ ഏതാനും വർഷങ്ങൾ മാത്രം, അല്ലേ? അങ്ങനെ എന്റെ ശബ്ദം കേൾക്കുന്ന ഓരോ പ്രായത്തിലുള്ളവർ, 20-കാരൻ, 40-കാരൻ, 50-കാരൻ, 60-കാരൻ ഒക്കെ ആലോചിക്കുക. എന്റെ ആയുസ് നിർണയിക്കപ്പെട്ടിട്ടുണ്ട്. എനിക്കറിയില്ല, എല്ലാം അറിയുന്ന, പാസ്റ്റും പ്രസന്റും ഇല്ലാത്ത, കാലങ്ങളില്ലാത്ത, ഇല്ല പാസ്റ്റും പ്രസന്റും ഫ്യൂച്ചറും ഇല്ലാത്ത, കാലങ്ങൾക്കപ്പുറം നിൽക്കുന്ന, ഒരു മോഡലുമില്ലാതെ ലോകത്തെ സംവിധാനിച്ച, അണ്ടകടാഹങ്ങളുടെ ജീവനായ, പ്രപഞ്ചത്തിന്റെ നാഥനായ, ലോകത്തിന്റെ നാഥനായ, ഹിരണ്യഗർഭൻ എന്ന പേരിൽ അറിയപ്പെടുന്ന, ദൈവം തമ്പുരാൻ എന്ന് വിളിക്കുന്ന, ഗോഡ് എന്ന് പരിചയപ്പെടുത്തുന്ന, അല്ലാഹ് എന്ന് നാം വിളിച്ചുകൊണ്ടിരിക്കുന്ന സാക്ഷാലാരാധ്യനായ റബ്ബ്
കൃത്യമായി എല്ലാം നിർണയിച്ചു. ആ നിർണയത്തിൽ നിന്ന് കൊതറിമാറാൻ, ആ നിർണയത്തിൽ നിന്ന് പിറകോട്ട് മാറാൻ, ആ നിർണയത്തെ ഓവർടേക്ക് ചെയ്ത് മുന്നോട്ട് പോകാൻ സാധിക്കുന്ന ഒരാളും ലോകത്തില്ല. അല്ലാ, നീ തരുന്ന ഒന്നിനെ തടയാനോ നീ തരാത്ത ഒന്നിനെ വാങ്ങിത്തരാനോ ആർക്കുമാവില്ല എന്ന് സകല മുസൽമാനും നമസ്കാരം കഴിഞ്ഞാൽ പറയുന്നു. അല്ലാഹുമ്മ, അല്ലാഹുവേ, ലാ മാനിഅ ലിമാ അഅ്തൈത വലാ മുഅതിയ ലിമാ മനഅത വലാ യൻഫഉ ദൽ ജദ്ദി മിൻകൽ ജദ്ദ്. നീ തരാത്ത ഒന്നിനെ വാങ്ങിത്തരാൻ, നീ തരുന്ന ഒന്നിനെ തടഞ്ഞു നിർത്താൻ ആർക്കുമാവില്ല. എന്റെ അനിയന് വൈകല്യം സംഭവിച്ചത്, എന്റെ ജ്യേഷ്ഠന് ബുദ്ധി നഷ്ടപ്പെട്ടത്, എന്റെ ജീവിതം ഇങ്ങനെയായത്, അതെ, എന്റെ ജീവിതത്തിൽ വ്യത്യസ്തമായ പരീക്ഷണങ്ങൾ വന്നത് എല്ലാം മിനല്ലാഹ്, റബ്ബിൽ നിന്നാണ്. എന്തിനു വേണ്ടി? എന്നെ പരീക്ഷിക്കാൻ, എന്റെ ചേട്ടനെ പരീക്ഷിക്കാൻ, എന്റെ അനിയനെ പരീക്ഷിക്കാൻ, എന്റെ ഉമ്മയെ പരീക്ഷിക്കാൻ, എന്റെ ഉപ്പയെ പരീക്ഷിക്കാൻ, എന്റെ ബന്ധുക്കളെ പരീക്ഷിക്കാൻ, എന്റെ അയൽവാസികളെ പരീക്ഷിക്കാൻ, നാട്ടിലെ മനുഷ്യരെ പരീക്ഷിക്കാൻ, മനുഷ്യരെ ലോകത്തെ പരീക്ഷിക്കാൻ. അതിനാണ് രോഗം വന്നത്, അതിനാണ് വ്യത്യസ്തമായ ഗോള് കടന്നു വന്നത്, കത്രീന വന്നത്, റീത്ത വന്നത്, സുനാമി വന്നത്, അഗ്നിപർവ്വത സ്ഫോടനങ്ങൾ വന്നത്, ഭൂമി കുലുക്കം വന്നത്, അതുപോലെ തന്നെ വ്യത്യസ്തമായ ഉരുൾപൊട്ടലുകൾ വന്നത്. എല്ലാം എന്തിന്? മനുഷ്യരെ നിങ്ങളെ പരീക്ഷിക്കാൻ. പരീക്ഷണത്തിൽ മൃഗങ്ങൾക്ക് ജയവും പരാജയവുമുണ്ടോ? ഇല്ല. പ്രാണികൾക്ക് പരാജയവും ജയവുമുണ്ടോ? ഇല്ല. ആരാണ് പരാജയപ്പെടുന്നത്? ആരാണ് ജയിക്കുന്നത്? എല്ലാം മനുഷ്യനാണ്. അവനു വേണ്ടിയാണ് സ്വർഗവും, അവനു വേണ്ടിയാണ് നരകവും. ഈ മിണ്ടപ്രാണികൾക്ക് വേണ്ടിയല്ല, പാറ്റകൾക്ക് വേണ്ടിയല്ല, കൊച്ചു പ്രാണികൾക്ക് വേണ്ടിയല്ല, ഈ പ്രകാശത്തിന്റെ ചുറ്റും പാറിക്കളിക്കുന്ന കൊച്ചു പ്രാണികൾക്ക് വേണ്ടിയല്ല, ലോകം തന്നെ ആർക്ക് വേണ്ടിയാ? ഖലഖലകും മാ ഫിൽ അർളി ജമീഅ, ഭൂമിയിലുള്ളത് മുഴുവനും നിങ്ങൾക്ക് വേണ്ടി. അല്ലാഹു പറഞ്ഞതാണ്, ഭൂമിയിലുള്ളത് മുഴുവനും നിങ്ങൾക്ക് വേണ്ടിയാണ്. ആർക്ക്? മനുഷ്യന്. അല്ലേ? എന്റെ ഈ വിരല് ലോകത്താർക്കില്ല, എന്റെ ഈ വിരല് ലോകത്താർക്കില്ല. ആധാർ എന്ന കാർഡ് വന്നു, അല്ലേ? അങ്ങനെ വ്യത്യസ്തമായ വിനിയും മാറി മാറി വ്യത്യസ്തമായ രേഖകൾ തയ്യാറാക്കിക്കൊണ്ട് നമ്മുടെ എല്ലാ തെളിവുകളും നിരത്തി എല്ലാ ഡീറ്റെയിലും വെച്ചുകൊണ്ട് കാർഡുകൾ പുറത്തു വരുമ്പോ നമ്മുടെ വിരലടയാളം അതിൽ രേഖയാണ്, എന്റെ കണ്ണതിൽ രേഖയാണ്. എന്തിന് സഹോദര? അതാർക്കുമില്ല, ലോകത്താർക്കില്ല. ആരാ ഇത് സംവിധാനിച്ചത്? ചക്കരക്കല്ലിൽ എന്റെ ശബ്ദം കേൾക്കുന്നവരെ, നിങ്ങളുടെ കയ്യിലേക്ക് ഒരു 100, 200, 300, 400, 500 ആള് ഈ ചക്കരക്കല്ല് കൊച്ചങ്ങാടിയുടെ പരിസര പ്രദേശത്ത് എന്റെ ശബ്ദം കേൾക്കുന്നുവെങ്കിൽ നിങ്ങളുടെ കൈകളിലേക്ക് ഒരു പേപ്പർ സമ്മാനിച്ച് അതിൽ വ്യത്യസ്തമായ ഡിസൈനുകൾ ചെയ്യാൻ പറഞ്ഞാൽ നമ്മുടെ രേഖ ആകെ ഈ ചക്കരക്കല്ലിൽ 500 പേരെ എഴുതുമ്പോൾ 500 പേര് തയ്യാറാക്കുമ്പോൾ കൂട്ടിമുട്ടി പോകുമെങ്കിൽ ഇന്ത്യയിൽ 110 കോടി ജനങ്ങളുടെ വിരലടയാളം വേറെയാണ്. ലോകത്തിൽ 600 കോടിയിലധികം വരുന്ന ജനങ്ങളുടെ വിരലിന്റെ അടയാളം വേറെയാണ്. മരിച്ചവരുടെ വിരലടയാളം വേറെയാണ്. ജനിക്കാനിരിക്കുന്നവരുടെ വിരലടയാളം വേറെയാണ്. അല്ലേ? എന്റെ മുടി ലോകത്താർക്കുമില്ല, എന്റെ വിയർപ്പ് ലോകത്താർക്കുമില്ല, എന്റെ ഉമിനീർ ലോകത്താർക്കുമില്ല, എന്റെ കണ്ണ് ലോകത്താർക്കുമില്ല. അങ്ങനെ 600 കോടിയിലധികം വരുന്ന മനുഷ്യരിൽ ഒരേ കണ്ണില്ല, ഒരേ വിയർപ്പില്ല, ഒരേ ഉമിനീരില്ല, ഒരേ വിരലിന്റെ അടയാളമില്ല. ആരാണ് ഇതിനെ വ്യത്യസ്തമാക്കിയത്? ലോകത്തിന്റെ നാഥനായ അല്ലാഹ്. ആർക്കു വേണ്ടിയാണ് ഈ പ്രപഞ്ചം? യുവാക്കളെ, ഇനി ഞാൻ പറയാനിരിക്കുന്ന വിഷയത്തിലേക്ക് ഇങ്ങനെ ഞാൻ ആമുഖം വെക്കുന്നത് നമുക്ക് വേണ്ടിയാണ് ലോകം എന്ന് നിങ്ങളെ ഓർമ്മപ്പെടുത്താനാ. നമുക്ക് വേണ്ടിയാണ് ഇവിടുത്തെ ഓക്സിജൻ, നമുക്ക് വേണ്ടിയാണ് ഈ പ്രകൃതിയിലെ സസ്യങ്ങൾ, സസ്യലതാദികൾ, വൃക്ഷങ്ങൾ. അതാ പറഞ്ഞത്, ഇനിയൊന്നും എണ്ണേണ്ടതില്ല. ഖലഖലകും മാ ഫിൽ അർളി ജമീഅ, കടലിലുള്ളത്, കരയിൽ കാണുന്നത്, പ്രപഞ്ചത്തിൽ കാണുന്നത്, ചെറുത് വലുത് എല്ലാം ഒരു മൈന്യൂട്ട് കാര്യം പോലും നമുക്ക് വേണ്ടിയാണ്. പാമ്പ് നമുക്കാണ്, തേള് നമുക്ക് വേണ്ടിയാണ്, പട്ടികൾ നമുക്ക് വേണ്ടിയാണ്, പന്നികൾ നമുക്ക് വേണ്ടിയാണ്. ഭക്ഷിക്കാൻ പാടില്ലെങ്കിലും ഈ പ്രകൃതിയിൽ സന്തുലിതമായ അവസ്ഥ നിലനിൽക്കാൻ ഇതെല്ലാം ആവശ്യമാണ്. അപ്പോ ആർക്ക് വേണ്ടിയാണ് ലോകത്തിലെ ഈ കാണുന്നതെല്ലാം ഒരുക്കിയത്? നമുക്ക് വേണ്ടി എന്ന് ഖുർആൻ. തിരിച്ച് അള്ളാഹു എന്ത് ചോദിച്ചു? ഷോപ്പിന്റെ ഉടമ സാലറിക്ക് പുറമേ എന്റെ വീട്ടിലൊരു പ്രശ്നമുണ്ടായപ്പോ
എന്റെ പെങ്ങൾക്കൊരു പ്രശ്നമുണ്ടായപ്പോ, എന്റെ മകനൊരു പ്രശ്നമുണ്ടായപ്പോ, എന്റെ അനിയനൊരു പ്രശ്നമുണ്ടായപ്പോ സാമ്പത്തികമായി നിങ്ങളെ സഹായിച്ചിട്ടുണ്ടെങ്കിൽ ആ ഷോപ്പിന്റെ ഉടമയോട്, എന്റെ മുതലാളിയോട് എനിക്കൊരു സിമ്പതി അല്ല, എനിക്കൊരു പ്രത്യേക ബഹുമാനം, എനിക്ക് പ്രത്യേകമായൊരു ആദരവ്, നല്ലൊരു മനുഷ്യനാണ് എന്നെന്റെ ഹൃദയം അറിയാതെ സംസാരിച്ചു പോകുന്നുവെങ്കിൽ, ഹോസ്പിറ്റലിൽ എന്റെ ഉപ്പ അഡ്മിറ്റ് ചെയ്ത് മേജർ ഓപ്പറേഷത്തിന് വിധേയനായി 2 ലക്ഷം 3 ലക്ഷം 5 ലക്ഷം കെട്ടിവെക്കാൻ എന്റെ കയ്യിലില്ലാതിരിക്കുന്ന സമയത്ത് ചക്കരക്കൽ എന്ന് പറയുന്ന പ്രദേശത്ത് പ്രയാസപ്പെട്ട ഈ രോഗി, ആ രോഗിയുടെ മക്കള്, ആ രോഗിയുടെ കൂട്ടുകുടുംബങ്ങള് പാവപ്പെട്ടവരായി നിൽക്കുമ്പോ ആരുമറിയാതെ വന്ന് ചക്കരക്കല്ലിലെ പണക്കാരനായ ഒരു മനുഷ്യൻ ആ രോഗിയുടെ മക്കളുടെ കയ്യിലേക്ക് ലക്ഷങ്ങൾ കൈവച്ചു കൊടുത്തുകൊണ്ട് ആരുമറിയേണ്ടതില്ല, ലോകത്തിന്റെ സൃഷ്ടാവായ റബ്ബിന്റെ കൂലി മാത്രമാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്ന് പറഞ്ഞാൽ ആ മനുഷ്യനെക്കുറിച്ചുള്ള മതിപ്പ്, ആ മനുഷ്യനെക്കുറിച്ചുള്ള ആദരവ്, ആ മനുഷ്യനോടുള്ള ബഹുമാനം എത്ര വലുതാണ്. എന്നാൽ ലോകത്തിന്റെ നാഥനായ അല്ലാഹ് എന്റെ വൃക്ക ഒരുക്കി തന്നതിന്, എന്റെ വാൽവുകൾ ഒരുക്കി തന്നതിന്, എന്റെ കൈയിന്റെ വിരലുകളിൽ വിളയുന്നതിന്, ചലിക്കുന്നതിന്, എന്റെ കാല്, എന്റെ കൈയ്യ്, എന്റെ ഈ മൂക്ക്, എന്റെ ഈ കർണപുടങ്ങള്, എന്റെ ഈ നേത്രങ്ങള്, എന്റെ ഈ നെറ്റിത്തടങ്ങള്, എന്റെ ഈ മുടി, എന്റെ ഈ ചെവിയുടെ രൂപം, അതിന്റെ വളവ്, എല്ലാം ഓരോന്നോരോന്നായി ബാഹ്യമായ അവയവങ്ങള്, ആന്തരികമായ അവയവങ്ങള്, നിസ്സാരമായത്, ഇതെല്ലാം ഒരുക്കി തന്നതിന് യുവാക്കളെ ഇതാ നിങ്ങളെ സ്നേഹിച്ചവന് നിങ്ങൾ കൊടുക്കുന്ന നന്ദി, നിങ്ങളോട് പ്രയാസപ്പെട്ട സമയത്ത് നിന്റെ ഫ്രണ്ട് ഓടി വന്ന് നിന്നെ സഹായിച്ചതിന് നീ കാണിക്കുന്ന കടപ്പാട് ഓർക്കനെ. ലോകത്തിന്റെ സൃഷ്ടാവായ റബ്ബ് നിനക്കൊരുക്കി തന്ന ശാരീരികമായ ഘടനക്ക് പകരം നീ എന്തു കൊടുത്തു? എന്താ കൊടുത്തത്? ഒന്നും കൊടുത്തിട്ടില്ലല്ലേ? ഉപ്പാക്ക് ശ്വാസമുട്ടലുണ്ടോ? ഇല്ല. ഉമ്മാക്കുണ്ടോ? ഇല്ല. ഇന്നലെ ഉണ്ടായി ആദ്യമായി. പെട്ടെന്ന് ഇവിടുന്ന് ഒരു വാഹനം ഏർപ്പാട് ചെയ്ത്, സ്വന്തം വാഹനമില്ലെങ്കിൽ വാഹനം ഏർപ്പാട് ചെയ്ത്, കുടുംബക്കാരന്റെ വാഹനം ഏർപ്പാടാക്കി, കൂട്ടുകാരന്റെ വാഹനം ഏർപ്പാടാക്കി, ഏറ്റവും ഉന്നത ട്രീറ്റ്മെന്റ് ലഭിക്കുന്ന ഹോസ്പിറ്റലിൽ എത്തിച്ചു. ഇന്നലെയും ഇന്നും നാളെയും മറ്റന്നാളെയും സപ്പോസ് അങ്ങനെ അഡ്മിറ്റ് ചെയ്തു. എന്നാലോ 5 ദിവസം ഉപ്പാക്ക് 60 വയസ്സായി, ഉമ്മാക്ക് 50 വയസ്സായി, ഉപ്പാക്ക് 50 വയസ്സായി, ഉമ്മാക്ക് 45 വയസ്സായി. 45 കൊല്ലമായി എന്റെ ഉമ്മ വായു ശ്വസിച്ചതിനെ എവിടെയും ബില്ലടച്ചിട്ടില്ല. ആദ്യമായി ഇന്നലെ മിനിഞ്ഞാന്ന് 4 ദിവസം മുമ്പ്, 5 ദിവസം മുമ്പ്, 1 മാസം മുമ്പ് എന്റെ ഉമ്മക്ക് ശ്വാസത്തിന് തടസ്സമുണ്ടായി, എന്റെ വാപ്പയ്ക്ക് ശ്വാസത്തിന് തടസ്സമുണ്ടായി. ആദ്യമായി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അഡ്മിറ്റ് ചെയ്ത് ഡിസ്ചാർജ് ചെയ്ത് പോരുമ്പോ 1000ങ്ങളും 10000ങ്ങളും ബില്ലടക്കേണ്ടി വന്നു. എന്തിന്? 5 ദിവസം ഹോസ്പിറ്റലിൽ നിന്ന് ഡോക്ടർമാരുടെ, സഹായികളുടെ അവരുടെ സാന്നിധ്യത്തിൽ എന്റെ ഉപ്പയ്ക്ക് കൃത്രിമമായി ശ്വാസം നൽകിയതിന്, സംവിധാനമൊരുക്കി കൊടുത്തതിന് 10000ങ്ങൾ ബില്ലടക്കേണ്ടി വന്നു. 50 കൊല്ലം ജീവിച്ച ഈ നാട്ടിലെ പ്രായമുള്ളവരെ, 40 കൊല്ലം ജീവിച്ച കാരണവന്മാരെ, ജേട്ടന്മാരെ, 30 കൊല്ലം ജീവിച്ച സഹപ്രവർത്തകന്മാരെ, ലോകത്തിന്റെ സൃഷ്ടാവായ അണ്ടകടാഹങ്ങളുടെ ലോകത്തിന്റെ നാഥനായ അല്ലാഹു ചെയ്തു തന്ന അനുഗ്രഹത്തിന് എന്ത് നന്ദി കാണിച്ചു? ഇല്ല അല്ലേ? ധിക്കാരം മാത്രം, അഹന്ത മാത്രം, കിബിറ മാത്രം, പൊങ്ങച്ചം മാത്രം അല്ലേ? അതല്ലേ ജീവിതത്തിലൂടെ കടന്നുപോയത്? നന്മയൊന്ന് കേൾക്കാൻ, നന്മയിലേക്ക് വിളിച്ചാൽ ആ വിളിക്കൊന്ന് ഉത്തരം നൽകാൻ, പോസിറ്റീവായ മാർഗത്തിലേക്കൊന്ന് മാടി വിളിച്ചപ്പോ ആ വിളിക്ക്, ആ ക്ഷണത്തിന് ഉത്തരം നൽകാൻ ഇല്ല. എതിർ പ്രവർത്തനം നടത്തി തിരിഞ്ഞോടുകയാണ്. കേൾക്കേണ്ടതില്ലെന്ന് പറഞ്ഞ് ചെവിടുത്തുകയാണ്. എനിക്കറിയേണ്ടതില്ല, എനിക്ക് പഠിക്കേണ്ടതില്ല, ഞാനെല്ലാം തികഞ്ഞവനാണ് എന്ന ധാരണ. മൻ കാന ഫീ ഖൽബിഹി മിസ്ഖാല ഹബ്ബത്തിൻ മിൻ കിബ്ർ. ഒരഹങ്കാരം ഹൃദയത്തിൽ, ആരുടെയെങ്കിലും ഹൃദയത്തിലുണ്ടെങ്കിൽ എത്ര? മിസ്ഖാല ഹബ്ബത്തിൻ മിൻ കിബ്ർ. ചില ഹദീസുകളിൽ മിസ്ഖാല ദർറ. ദർറ എന്താ? ഓടിട്ട വീടൊക്കെ ആണെങ്കിൽ മനസ്സിലാവും ദർറത്ത് എന്താണ്. ഓടിന്റെ ഇടയിലൂടെ ഒരു വെളിച്ചം വരും പകൽ സമയത്ത്, സൂര്യപ്രകാശം കടന്നു വരുമ്പോ ആ ഒരു വലിയ ലൈനായിട്ട് ഇങ്ങനെ വരുന്നതാണ്. അതിനിടയിലൂടെ പാറിക്കളിക്കുന്ന ചെറിയ പൊടികൾ ഉണ്ടാവും, പിടിക്കാൻ കിട്ടൂല, കുട്ടികൾ പിടിച്ചു നോക്കും. അതിനാണ് അറബിയിൽ ദർറത്ത് എന്ന് പറയുക. അത്ര ചെറുതായ
അഹന്ത ഹൃദയത്തിലുണ്ടെങ്കിൽ ലാ യദ്ഖുലുൽ ജന്ന, അവൻ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല. അതുകൊണ്ട് 18കാരനായപ്പോ, 20കാരനായപ്പോ, 22കാരനായപ്പോ വാപ്പയേക്കാൾ ഹൈറ്റ് വെച്ചപ്പോ, ഉമ്മയേക്കാൾ ഹൈറ്റും വെയ്റ്റും വെച്ചപ്പോ ഇല്ലേ, ഉമ്മയെ ധിക്കരിക്കണ്ട, വാപ്പയെ ധിക്കരിക്കണ്ട, കിബറ് നടിക്കണ്ട, ഇങ്ങോട്ട് വിളിച്ചാൽ അങ്ങോട്ട് പോകണ്ട, അള്ളാഹുവിനെ മറക്കണ്ട, ലോകത്തെ മറക്കണ്ട, ഖബറിനെ മറക്കണ്ട, മരണത്തെ മറക്കണ്ട, വരാനിരിക്കുന്ന സിറാത്ത് എന്ന പാലത്തെ മറക്കണ്ട, പടച്ചവന്റെ മുമ്പിലുള്ള ഹിസാബിനെ മറക്കണ്ട. മറന്നാൽ ഈ ഐഹിക ജീവിതം നഷ്ടമാണ്. ഞാനൊരു തസ്കിയത്തിലൂടെ മുന്നോട്ട് പോകാനാണ് ആഗ്രഹിക്കുന്നത്. ചിന്തിക്കാൻ നമ്മള് മറന്നാല് ഒന്നുമില്ല. ഇത് വളരെ തുച്ഛമാണ്. ഖുർആൻ പറയണേ ഈ ജീവിതം എന്ന് പറഞ്ഞാൽ ലഇബാണ്. എന്താ ലഇബ്? കളി. പിന്നെ ഖുർആൻ പറഞ്ഞതോ ലഹുവാണ്, വിനോദമാണ്. പിന്നെ സീനത്ത്, അലങ്കാരമാണ്. തഫാഖുർ വതകാസുർ, 5 പ്രയോഗം മനുഷ്യന്റെ ജീവിതത്തിലെ സ്റ്റെപ്പുകളായി അല്ല പറഞ്ഞു. മാതാവിന്റെ ഗർഭപാത്രത്തിൽ നിന്ന് പുറത്തു വരുന്ന ഘട്ടം അല്ലേ, ചിരിക്കാൻ മാത്രമറിയാം, കരയാൻ മാത്രമറിയാം. ഭംഗിയായി ചിരിക്കാൻ അറിയുന്നില്ല. ആ സമയത്ത് കുറച്ച് ദിവസം പിന്നിടുമ്പോഴേക്ക് ചിരിക്കാൻ തുടങ്ങുന്നത് അത്ഭുതത്തോടുകൂടി, സന്തോഷത്തോടുകൂടി നോക്കിക്കാണുന്ന മാതാപിതാക്കൾ, കൂട്ടുകുടുംബങ്ങൾ, ബന്ധുക്കൾ. കരയാൻ മാത്രം അറിയും. കരഞ്ഞ കണ്ണുനീർ തൊണ്ട വറ്റിപ്പോകാതിരിക്കാൻ സ്രഷ്ടാവായ അല്ലാഹ് കണ്ണുനീർ ആ കുഞ്ഞിന്റെ വായിലേക്ക് തന്നെ ഇറക്കിക്കൊടുത്തു. അത് അല്ലാഹ് ഒരുക്കിയ അത്ഭുത പ്രതിഭാസമാണ്. കരയാൻ മാത്രം അറിയുന്ന കുഞ്ഞ് മലർന്നു കടന്ന് കരയുമ്പോ അവന്റെ കണ്ണുനീർ വായിലേക്ക് തന്നെ ഇറക്കിക്കൊടുത്തു. അതിനു മുമ്പ് അവൻ ഗർഭപാത്രത്തിലാണ്. ഘട്ടങ്ങൾ പൂർത്തീകരിച്ചുകൊണ്ട് അവിടെ വളരുകയാണ്. അതിലൊരു പങ്കും വാപ്പയ്ക്കില്ല, അതിലൊരു പങ്കും ഉമ്മക്കില്ല. ആ മകൻ ജനിക്കാൻ, ആ മകള് ജനിക്കാൻ റബ്ബർ കാരണക്കാരനാക്കി അവന്റെ ബീജത്തെ സമ്മാനിച്ചു എന്ന പങ്ക് ഇല്ല. അതിനാരും നിഷേധിക്കുന്നില്ലല്ലോ. അത് കഴിഞ്ഞാൽ ഇതിന്റെ സ്റ്റെപ്പുകൾ കൊണ്ടുവരുന്നതിൽ ലോകത്താർക്കൊരു പങ്കില്ല. യഖ്ലുഖുകും ഫീ ബുതൂനി ഉമ്മഹാതികും ഖൽഖം മിൻ ബഅദി ഖൽഖ് ഫീ ളുലുമാത്തിൻ സലാസ്. പരിശുദ്ധ ഖുർആൻ 39-ാം അധ്യായം സൂറത്തു സുമർ 6-ാമത്തെ വചനം. ഘട്ടം ഘട്ടമായി ലോകത്തിന്റെ നാഥനായ അല്ലാഹ് മാതാവിന്റെ ഗർഭപാത്രത്തിലെ 3 ഇരുട്ടറക്കുള്ളിൽ ഘട്ടം ഘട്ടമായി വളർത്തിക്കൊണ്ടുവന്നു അവൻ. പരിശുദ്ധ ഖുർആൻ 1400 വർഷങ്ങൾക്ക് മുമ്പ് ഡാർക്ക് ഏജ് എന്നറിയപ്പെടുന്ന, ജാഹിലിയത്ത് എന്നറിയപ്പെടുന്ന, ഇരുണ്ടയുഗം എന്നറിയപ്പെടുന്ന ആ ലോകത്ത് കാട്ടറബികളായ ഒന്നുമറിയാത്ത അറേബ്യൻ സമൂഹത്തിന്റെ മുമ്പിൽ പിന്നെ നൂറ്റാണ്ടുകൾ പിന്നിട്ടതിനു ശേഷം ശാസ്ത്രീയ ലോകം മാതാവിന്റെ ഗർഭപാത്രത്തെക്കുറിച്ച്, ഒരു പെണ്ണിന്റെ ഗർഭപാത്രത്തെക്കുറിച്ച് പഠിച്ച് ഗവേഷണം നടത്തി. അവർ ലോകത്തോട് പറയാ, ഒരു പെണ്ണിന്റെ ഗർഭപാത്രത്തിന് 3 ഇരുട്ടറയുണ്ട്. 1400 കൊല്ലം മുമ്പ് ഒട്ടകത്തിന്റെ മൂക്കുകയർ മാത്രം പിടിച്ചു നടക്കാൻ അറിഞ്ഞിരുന്ന, ആടുകൾ വെച്ച് ജീവിതത്തിന്റെ വ്യത്യസ്തമായ മേഖലകളെ കണ്ടെത്തിയിരുന്ന ആ ഡാർക്ക് ഏജ് എന്നറിയപ്പെടുന്ന അറേബ്യൻ സമൂഹത്തിന്റെ മുമ്പിലാണ് അല്ലാഹുവിന്റെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ ഓതിക്കൊടുക്കുന്നത്, മാതാവിന്റെ ഗർഭപാത്രത്തിന് 3 ഇരുട്ടറയുണ്ട്. പറഞ്ഞിരിക്കട്ടെ, മുസ്ലിം സഹോദരങ്ങൾ ആരെങ്കിലും എന്റെ ശബ്ദം കേൾക്കുന്നുണ്ടെങ്കിൽ ചിന്തിക്കുക, പരിശുദ്ധ ഖുർആനിന്റെ മഹാ അത്ഭുതത്തിൽ ഒന്നാണത്. ലോകത്ത് 365 ദിവസം ഖുർആനിൽ യൗം എന്ന പ്രയോഗം 365 സ്ഥലത്തുണ്ട്. യൗം എന്ന പ്രയോഗം 365 സ്ഥലത്ത്. ദിവസങ്ങൾ എന്ന പ്രയോഗം 30 സ്ഥലത്ത്. ചന്ദ്രൻ എന്ന പ്രയോഗം 12 സ്ഥലത്ത്. അല്ലേ? ഇഹലോകം എന്ന പ്രയോഗം 115 സ്ഥലത്ത്. പരലോകം എന്ന പ്രയോഗം 115 സ്ഥലത്ത്. ചിന്തിക്കുന്നില്ലേ എന്ന പ്രയോഗം 248 സ്ഥലത്ത്. പരിശുദ്ധ ഖുർആൻ കുറെ അത്ഭുതങ്ങളിലേക്ക് മനുഷ്യനെ ക്ഷണിക്കുന്നുണ്ട്. തേനീച്ചയെക്കുറിച്ച് ഞാൻ അങ്ങോട്ട് പോകുന്നില്ല, ഒട്ടകത്തെക്കുറിച്ച് ആവട്ടെ. ആ ഖുർആനിലൊരു അത്ഭുത പ്രയോഗമാണ് എന്ത്? മാതാവിന്റെ ഗർഭപാത്രം. അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നു. പിന്നീട് അവന്റെ ആദ്യത്തെ സ്റ്റെപ്പ് ഏതാ? ലഇബാണ്, കളിയാണ്.
മനുഷ്യന്റെ ജീവിതത്തിൽ ആദ്യത്തെ ഘട്ടം ലഇബാണ് എന്നാണ് പരിശുദ്ധ ഖുർആനിൽ നമുക്ക് മനസ്സിലാകുന്നത്, പ്രകൃതിയിൽ നിന്ന് മനസ്സിലാകുന്നത്. ഒരു കളിയുടെ പ്രായം. ഞാൻ ആ ഭാഗത്തൊന്നും സമയം കളയാൻ ആഗ്രഹിക്കുന്നില്ല. ലഇബ്, കളിക്കണം എന്ന വിചാരത്തോടുകൂടി നിൽക്കുന്ന കുറെ സമയം, കുറെ വിനോദത്തിൽ ഏർപ്പെടണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു സമയം, പിന്നെ സീനത്തിന്റെ സമയമാണ്. സ്വന്തം മുടിയെക്കുറിച്ചും ശരീരത്തെക്കുറിച്ചും ഒന്ന് ജിമ്മിന് പോയ തിരക്കേടില്ല എന്ന് തോന്നുന്ന സമയം, ശരീരമൊന്ന് ശരിയാക്കണമെന്ന് തോന്നുന്ന സമയം, ഇങ്ങനെയൊന്നും പോരാ എന്ന് തോന്നിപ്പോകുന്ന സമയം. പ്രിയപ്പെട്ടവരെ, അങ്ങനെ ഒരു കളി കഴിഞ്ഞ്, വിനോദം കഴിഞ്ഞ്, ഒരലങ്കാരം കൊതിക്കുന്ന, ആഗ്രഹിക്കുന്ന സമയം, പരസ്പരം പെരുമ നടിക്കലും പരസ്പരം കിബിർ നടിക്കലുമായ, സൗണ്ട് കുറഞ്ഞ, പരസ്പരം കിബിർ നടിക്കുന്നതിന്റെയും പരസ്പരം പെരുമ നടിക്കുന്നതിന്റെയും ഒരു പ്രായം. ഇതിനിടയ്ക്ക് ഏത് സമയത്തും അല്ലാഹു മനുഷ്യനെ തിരിച്ചു വിളിക്കാം. ഇതിന്റെ ഇടയ്ക്ക് ഏത് സമയത്തും അല്ലാഹു തിരിച്ചു വിളിക്കാം. ഹോസ്പിറ്റലിൽ നിന്ന് പ്രസവിച്ചു എന്ന വാർത്ത കേൾക്കുമ്പോൾ തന്നെ കുഞ്ഞു മരിച്ച വാർത്ത വരുന്ന ദിവസങ്ങളും വാർത്തകളും നമ്മൾ കേട്ടിട്ടുണ്ട്. എന്നിട്ടും മനുഷ്യൻ പാഠം ഉൾക്കൊള്ളുന്നില്ല. കളിച്ചുകൊണ്ടിരിക്കുമ്പോ, വിനോദത്തിലേർപ്പെട്ടുകൊണ്ടിരിക്കുമ്പോ, അലങ്കൃതമായ ജീവിതമുണ്ടാകണം, ശരീരമുണ്ടാകണമെന്ന് കൊതിക്കുമ്പോ, അതിനുവേണ്ട ഒരുക്കങ്ങൾ നടത്തുമ്പോ, ലോകത്തോട് വിട പറഞ്ഞു പോയ എത്രയോ സംഭവങ്ങളെ നാം കേട്ടിട്ടും മനുഷ്യൻ പാഠം ഉൾക്കൊള്ളുന്നില്ല. മക്കളെക്കൊട്ടും സമ്പത്തിനെക്കുറിച്ചും ബിൽഡിങ്ങിനെക്കുറിച്ചും അതുപോലെ ആസ്തിയെക്കുറിച്ചും അഹന്ത നടിക്കുന്ന, പെരുമ നടിക്കുന്ന, പരസ്പരം കിബിർ നടിക്കുന്ന, പൊങ്ങച്ചം പറയുന്ന ആളുകളെ നാം കാണുന്നു. തളർന്നു വീണ് മരിക്കുന്ന അവസ്ഥയുണ്ടാകുന്നു. എന്നിട്ടും മനുഷ്യൻ പാഠം ഉൾക്കൊള്ളുന്നില്ല. മരണത്തിനൊരു പ്രായം നിശ്ചയിച്ചിട്ടില്ല എന്നത് തന്നെ എന്നെയും നിങ്ങളെയും ഏറെ ചിന്തിപ്പിക്കുന്ന അത്ഭുതമാണ്. وما تدري نفس ماذا تكسب غدا وما تدري نفس بأي أرض تموت. എന്താണ് നാളെ സംഭവിക്കുക, എന്താണ് എനിക്ക് നാളെ സമ്പാദിക്കാൻ പറ്റുക എന്ന് പറയാൻ ഒരൊറ്റ മനുഷ്യനും സാധ്യമല്ല. നാളെ എവിടെ വെച്ച് എങ്ങനെ എപ്പോൾ മരിക്കുമെന്ന് പറയാൻ ഒരൊറ്റ മനുഷ്യനും സാധ്യമല്ല. ഇത് പരിശുദ്ധ ഖുർആനിന്റെ പ്രയോഗമാണ്. അപ്പൊ ഈ സലഫി പ്രവർത്തകന്മാരോടും ശബ്ദം കേൾക്കുന്ന ഈ പ്രദേശത്തെ അല്ലാത്ത സഹോദരന്മാരോടുമൊക്കെ എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്, ഇൻഷാ അല്ലാഹ് ഞാൻ പറയുന്ന വിഷയങ്ങളെ ഗൗരവത്തോടുകൂടി നിങ്ങൾ കാണണം. ആരോടും നമുക്ക് ഒരു വൈരാഗ്യവുമില്ല, എല്ലാവരോടും സ്നേഹം മാത്രം. ഒരു കൂട്ടം യുവാക്കള് വൈകത്തി സഞ്ചരിക്കുന്നത് കാണുമ്പോ അരുത് എന്ന് പറയുന്നത് അവരോടുള്ള ഇഷ്ടം കൊണ്ട് മാത്രം അല്ലേ? നാളെ അർശിന്റെ തണൽ പ്രായമുള്ളവരെ അതിൽ പ്രത്യേകം എണ്ണിയില്ല, പ്രായമുള്ളവരെ പ്രത്യേകം എണ്ണിയില്ല. അർശിന്റെ തണൽ കിട്ടുന്ന ആളുകളെ കുറിച്ച് പറഞ്ഞപ്പോ അല്ലാഹു തആലയുടെ പ്രവാചകൻ പ്രത്യേകം എടുത്തു പറഞ്ഞു, വശാബുൻ നശഅ ഫീ ഇബാദത്തി റബ്ബിഹി. ഒരു യുവാവ്, ഒരു വൃദ്ധനെന്നല്ല, വയസ്സായ വൃദ്ധനായ ഒരു മനുഷ്യൻ പള്ളിയിൽ ചെന്നിരുന്ന് അവൻ കൈകാലുകൾ നീട്ടി അതേ റബ്ബിന്റെ മുമ്പിലേറെ ഇരുന്ന് പള്ളിയിലേറെ സമയമിരുന്ന് ചെലവഴിക്കുന്നതിൽ ഒരു അത്ഭുതമില്ല. ചെലവഴിക്കേണ്ടതില്ല എന്നതല്ല പറഞ്ഞതിന്റെ അർത്ഥം, ചെലവഴിക്കുന്നതിൽ ഏറെ അത്ഭുതമില്ല. എന്നാൽ ചോരത്തിളപ്പുള്ള അവന്റെ കൂടെയുള്ളവർ അതേ പ്രായത്തിലുള്ളവർ, പ്രിയപ്പെട്ടവരെ, ആ സമയത്ത് കളിച്ച് രസിച്ച് രമിച്ച് ജീവിക്കുമ്പോ അള്ളാഹിനെ ഓർത്ത്, പടച്ചവനെ ഓർത്ത്, പരലോകത്തെ ഓർത്ത്, ആഖിറത്തിനെ ഓർത്ത്, പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിന്റെ പള്ളിയിലേക്ക് അവനെ ഇബാദത്ത് ചെയ്യാൻ
അവനെ ഓർക്കാൻ ജീവിതത്തെ നീക്കിവെച്ചൊരു യുവാവ് ഈ പരിസര പ്രദേശത്തുണ്ടെങ്കിൽ, ശബ്ദം കേൾക്കുന്നവരുണ്ടെങ്കിൽ ഓർക്കുക, ആ വിയർപ്പ്, ആ അധ്വാനം. റബ്ബിന് ഇബാദത്ത് ചെയ്ത് ജീവിച്ച യുവാവ്, അർശിന്റെ തണൽ ലഭിക്കുന്ന ഒരു വിഭാഗം അവരാണ്. പള്ളിയുമായി നിരന്തര ബന്ധം സ്ഥാപിക്കുന്ന മനുഷ്യൻ ആണ് യുവാക്കൾ എന്ന്. അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം ഏതാണ് എന്ന് സഹാബത്ത് ചോദിച്ചപ്പോ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അത് പള്ളികളാണ്. അള്ളാഹുവിന് ഏറ്റവും വെറുക്കുന്ന ഇഷ്ടപ്പെടാത്ത സ്ഥലം ഏതാണ് എന്ന് ചോദിച്ചപ്പോ അള്ളാഹുവിന്റെ പ്രവാചകൻ പറയുന്നത് അത് അസ്വാഖുകളാണ്, അങ്ങാടികളാണ്, മാർക്കറ്റുകളാണ്. അവിടെ നിങ്ങൾ ആവശ്യമില്ലാതെ ഇരിക്കാൻ പാടില്ല. ഒരു യുവാവ് ളുഹറിന് വേണ്ടി വന്നാൽ, അസറിന് വേണ്ടി വന്നാൽ, മഗ്രിബിന് വന്നാൽ, ഇശാഇന് വന്നാൽ, സുബഹിക്ക് വന്നാൽ, അത് സുന്നത്ത് പോലും നമസ്കരിക്കാതെ വീട്ടിലെ പോയി നമസ്കരിക്കാനാണെങ്കിലൊക്കെ പ്രശ്നമില്ല. പക്ഷേ അങ്ങാടിയിലേക്കെത്താൻ, കൂട്ടുകാരന്മാരിലേക്കെത്താൻ, കളിക്കൂട്ടുകാരന്മാരിലേക്കെത്താൻ, അങ്ങാടിയിൽ നിന്ന് സ്വര പറയാൻ, വർത്തമാനം പറയാൻ, അങ്ങാടിയിലേക്ക് പള്ളിയിൽ നിന്ന് വേഗത്തിൽ ഇറങ്ങിപ്പോകുന്ന രംഗമാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അല്ലാഹ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം പള്ളിയാണ്. ആ പള്ളിയിൽ ളുഹറിന് മുമ്പ് അരമണിക്കൂർ ഇരിക്കാം എന്ന് നമ്മൾ വിചാരിക്കാറുണ്ടോ? അസർ കഴിഞ്ഞിട്ട് അരമണിക്കൂർ ഇരിക്കാം എന്ന് വിചാരിക്കാറുണ്ടോ? ഇശാ കഴിഞ്ഞിട്ട് കുറച്ച് സമയം ഇരിക്കാം എന്ന് നമ്മൾ വിചാരിക്കാറുണ്ടോ? ഇശാ കഴിഞ്ഞിട്ട് ഇരിക്കാനുള്ള സമയമില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബത്തും ഏറെ വൈകിപ്പിച്ച നമസ്കാരം ജമാഅത്ത് നീട്ടിക്കൊണ്ടുപോയത് ഇശാഇന്റെ ജമാഅത്താണ്. അല്ലേ? അങ്ങാടിയിലിരുന്നാൽ നമുക്ക് പ്രശ്നമില്ല, ഗ്രൗണ്ടിലിരുന്നാൽ നമുക്ക് പ്രശ്നമില്ല. അങ്ങാടിയിൽ നടക്കുന്ന ഗാനമേളകളും അനാവശ്യങ്ങളും കണ്ടു രസിക്കാൻ ആർക്കും സമയം നഷ്ടപ്പെടാറില്ല. വെള്ളിയാഴ്ചയിലെ ഖുതുബ അരമണിക്കൂറുള്ളത് 40 മിനിറ്റായി പോയാൽ അത് കുശുകുശുക്കാൻ ആളുണ്ടാവും, പിറുപിറുക്കാൻ ആളുണ്ടാവും, സഹിക്കാൻ പറ്റുന്നില്ല. അത് അസഹ്യമായി തോന്നുന്നവന്റെ ഹൃദയത്തിൽ പിശാചവനെ പിടികൂടുന്നു. അല്ലേ? ഗാനമേള 10 മണിക്ക് നിർത്തേണ്ടത് സംഘാടകർ വിളിച്ചു പറയുന്നു. കാണികളുടെ ആവേശം പരിഗണിച്ചുകൊണ്ട് 11 മണിയാക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ, 12 ആക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ആവേശത്തിന്റെ കയ്യടിയാണ് ലോകത്തെവിടെയും കേൾക്കാനുണ്ടായിട്ടുള്ളത്. ആരും നിരാശപ്പെടാറില്ല. എന്തുകൊണ്ട്? ഇത് ദുനിയാവിന്റെ വിഷയമാണ്, പിശാചിന് ഇഷ്ടപ്പെട്ടതാണ്. മറ്റേതോ ആഖിറത്തിന്റെ വിഷയമാണ്, പിശാചിന് ഇഷ്ടമില്ല. പിശാചാണ് മനുഷ്യന്റെ മുഖ്യ ശത്രു. ഇന്ന ശൈത്വാന ലക്കും അദു ഫത്തഖിദൂഹു അദുവാ. പിശാച് നിങ്ങളുടെ ശത്രുവാണ്, അവനെ നിങ്ങൾ ശത്രുവായി തന്നെ കാണണം. ആ പിശാച് മിനൽ ജിന്നത്തി വന്നാസ്, മനുഷ്യരിലുണ്ട്, അത് ജിന്നുവർഗത്തിലുണ്ട്, മനുഷ്യരിലുണ്ട്. ഇതാ നിന്റെ ഭക്ഷണം, നിന്റെ എല്ലാ ചെലവും ഞാൻ ഓഫർ ചെയ്തിരിക്കുന്നു എന്ന് പറയുന്ന മനുഷ്യ പിശാച്. തിന്മയ്ക്ക് വേണ്ടി യാത്ര പോവാൻ, തിന്മയ്ക്ക് വേണ്ടി കൂട്ടുനിൽക്കാൻ, ആ രംഗത്ത് പോയിരിക്കാൻ, ആ സ്ഥലത്തേക്ക് യാത്ര ചെയ്യാൻ, അസഹ്യമായത്, അതേ ഒരിക്കലും സഹിക്കാനാവാത്തത്, അല്ലാഹ്ക്ക് ഇഷ്ടമില്ലാത്തത്, കാണാൻ പാടില്ലാത്തത് കാണാൻ, അത് കണ്ട് രസിക്കാൻ എല്ലാ ചെലവും ഓഫർ ചെയ്യുന്നവർ. ഓർക്കുക, മനുഷ്യരുടെ കൂട്ടത്തിലും പിശാചുക്കളുണ്ട്. നമസ്കരിക്കാൻ വേണ്ടി യാത്ര പോകുന്നവനെ തടഞ്ഞു നിർത്തുന്നവൻ, അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട മാർഗത്തിൽ ചെലവഴിക്കാൻ ഒരുങ്ങുമ്പോൾ തടയുന്നവൻ. ഒരുപക്ഷെ ഭാര്യയാകാം, ഒരുപക്ഷെ മക്കളാവാം, ഒരുപക്ഷെ ബന്ധുക്കളാവാം, ഒരുപക്ഷെ കൂട്ടുകാരന്മാരാവാം, ഏറ്റവും അടുത്ത സുഹൃത്തുക്കളാവാം. പഠിച്ചവനെ, നിന്റെ മാർഗത്തിൽ ആത്മാർത്ഥമായി പ്രവർത്തിക്കുന്നതിൽ നിന്ന് ഈ കൂട്ടുകാരനാണെന്ന് പരിപഠിപ്പിച്ചത് പഠിച്ചവന് ഈ സാദാത്തുക്കളാണ്, ഈ നേതാക്കന്മാരാണ്, ഈ പണ്ഡിതന്മാരാണ്, ഈ പ്രമാണിമാരാണ്. ആത്തിഹിം ലഅഫൈനി മിനൽ അദാബ്, ഇരട്ടി ശിക്ഷ കൊടുക്കണേ നാഥാ ഇവർക്ക്. നാളെ പരലോകത്തുള്ള പരാമർശ, ഇവർക്ക് ഇരട്ടി ശിക്ഷ കൊടുക്കണേ റബ്ബേ. ആത്തിഹിം ലഅഫൈനി മിനൽ അദാബ് വൽഅൻഹും ലഅനൻ കബീറ. വല്ലാതെ ശപിക്കണേ അല്ലാഹ് അവരെ. ആരെ? പ്രമാണിമാരെ. എന്നെ തെറ്റിച്ചു കളഞ്ഞ ഈ കൂട്ടുകാരന്മാരെ, എനിക്കിങ്ങനെയാണ് ഇസ്ലാം എന്ന് പഠിപ്പിച്ചതെന്ന് തെറ്റായ റൂട്ടിലേക്ക് എന്നെ കൊണ്ടുപോയ പണ്ഡിതന്മാരെ, മൗലവിമാരെ, ഉസ്താദുമാരെ, ഖതീബുമാരെ, അതേ നിന്റെ നേതാക്കന്മാരെ,
പ്രമാണിമാരെ, സാദാത്തുക്കളെ അവരെ നാളെ പരലോകത്ത് കാണുമ്പോ സഹിക്കാനാവാതെ അവരെ വിശ്വസിച്ച് അവർ പറയുന്നത് സത്യമാണെന്ന് കരുതി, അവർ പ്രസംഗിക്കുന്നത് സത്യമാണെന്ന് വിചാരിച്ച്, അവർ ഉപദേശിച്ചത് സത്യമാണെന്ന് കരുതി, അവരെഴുതിയത് സത്യമാണെന്ന് കരുതി അന്ധമായി തഖ്ലീദ് ചെയ്ത് ജീവിച്ച മനുഷ്യന്മാർ നാളെ പരലോകത്ത് വെച്ച് പറയുന്നു, അല്ലാഹ് ഇരട്ടിക്കൊടുക്കണേ അവർക്ക്. നമ്മുടെ യുവാക്കളെ പഠിക്കണം. എന്താ പഠിക്കേണ്ടത്? ആദ്യം പഠിക്കേണ്ടത് എന്താ? ആദ്യം അറിയേണ്ടത് എന്താ? ലോകത്താദ്യം മനസ്സിലാക്കേണ്ടത് എന്താ? ഫഅലം, ഓരോ വ്യക്തിയും പഠിക്കണം. നിങ്ങൾ പഠിക്കണമെന്നല്ല, നീ പഠിക്കണം. ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്, അതാ പഠിക്കേണ്ടത്. ആദ്യം ഉണ്ടാവേണ്ടത് ഇൽമാണ്. പഠിക്കുക. അൽ ഇൽമ്, അറിവുണ്ടാവുക. ആ അറിവിന്റെ കൂട്ടത്തിൽ ഏറ്റവും ഉന്നത നിലവാരം പുലർത്തുന്ന അറിവ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തു തൗഹീദ് എന്ന ഇൽമാണ്. അതറിയണം. നീ വ്യക്തിപരമായി അറിയണം. എന്റെ അനിയൻ പഠിച്ചിട്ടുണ്ട് എന്നല്ല, ഒരു പ്രസംഗത്തിന്റെ, ഒരു ക്ലാസിന്റെ, ഒരു വഅലിന്റെ, ഒരു പ്രഭാഷണത്തിന്റെ നോട്ടീസുമായി സ്ക്വാഡ് വർക്ക് വീട്ടിൽ കയറി ക്ഷണിക്കാൻ വരുമ്പോ നോട്ടീസ് വാങ്ങി നോക്കിയിട്ട് ആളുകൾ പറയാണ്, ഇതിന്റെ ആള് ഞാനല്ല, എന്റെ അനിയനാണ്. ഇതിന്റെ ആള് ഞാനല്ല, എന്റെ ജേഷ്ഠനാണ്. ഇതിന്റെ ആള് ഞാനല്ല, എന്റെ അളിയനാണ്. ഇതിന്റെ ആള് ഞാനല്ല, എന്റെ ഉപ്പയാണ്. അത് വീട്ടിൽ തന്നെ വേർതിരിച്ചു വച്ചിരിക്കുമ്പോ ഇതാ ഗാനമേളന്റെ ആളുകൾ വരിക, പിരിവും ചോദിച്ച് നോട്ടീസും തന്നെ, ഇതിന്റെ ആള് ഞാനല്ല, ജേഷ്ഠനാണ്. വീട്ടുകാരെന്ന് തീരുമാനിച്ചിട്ടുണ്ട്, ഇതിന്റെ ആള് ജേഷ്ഠനാണ്, ഇതിന്റെ ആൾ അനിയനാണ്. ക്ലബിന്റെ പ്രോഗ്രാം വരുമ്പോ അതിനൊരാളുണ്ട്, അല്ലേ? അങ്ങനെ വേർതിരിച്ച് നമ്മൾ തന്നെ വേർതിരിച്ചു വെച്ചിട്ടുണ്ട്. സത്യത്തിൽ അങ്ങനെയാണോ? വ്യക്തിപരമായ ബാധ്യതയാണ് അല്ലാഹുവിന്റെ ദീന് പഠിക്കുക. ആ ദീനിൽ ഏറ്റവും ഉയർന്നു നിൽക്കുന്ന ഇൽമ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദാണ്. ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഗുഹയിൽ പോയി അഭയം തേടിയ ചെറുപ്പക്കാരുടെ കഥ പഠിക്കണം. ഇന്നഹും ഫിത്യ, അവർ യുവാക്കളായിരുന്നു. പരിശുദ്ധ ഖുർആൻ പറയുന്നത് അവർ അല്ലാഹുവെ വിശ്വസിച്ചു, അല്ലാഹുവിന്റെ ഈമാൻ വർദ്ധിപ്പിച്ചു കൊടുത്തു. ആ രംഗത്തേക്ക് ഞാൻ പ്രവേശിക്കുന്നില്ല. ഓരോ വ്യക്തിയും പഠിക്കേണ്ട ആദ്യത്തെ ഇൽമ് അതാണ്. ആ ഇൽമ് കിട്ടിക്കഴിഞ്ഞാൽ, തൗഹീദിന്റെ ഇൽമ് കിട്ടിക്കഴിഞ്ഞാൽ, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദ് മനസ്സിലായി കഴിഞ്ഞാൽ, അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അശ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ് എന്ന ഇൽമ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അവന്റെ രണ്ടാമത്തെ ഡ്യൂട്ടി അൽ അമലു ബിൽ ഇൽമി, ആ ഇൽമു മുഖേനയുള്ള പ്രവർത്തനമാണ്. കിട്ടിയ ഇൽമു വെച്ചുകൊണ്ട് പണിയെടുക്കുക. എല്ലാം പഠിച്ച് ഖുർആൻ മുഴുവനും മനഃപ്പാഠമാക്കി, തഫ്സീർ മുഴുവനും വായിച്ച്, ബുഖാരി മുഴുവനും ഓതി, ഇമാം മുസ്ലിം ഉദ്ധരിച്ച ഹദീസുകൾ മുഴുവനും വായിച്ച്, ഇമാം തിർമിദി, ഇമാം നസായി, ഇമാം ഇബ്നു മാജ, ഇമാം അഹ്മദ് റഹ്മത്തുള്ളാഹി അലൈഹിം ഇവരൊക്കെ ഉദ്ധരിച്ചിരിക്കുന്ന, അവരൊക്കെ തയ്യാറാക്കിയിരിക്കുന്ന, അവരൊക്കെ റിവായത്ത് ചെയ്തിരിക്കുന്ന ഹദീസുകളെല്ലാം വായിച്ച് പഠിച്ച് മനസ്സിലാക്കിയിട്ട് ഞാനിതാ പൊതുജനങ്ങളോട് ഇത് പറയുകയുള്ളൂ എന്ന് തീരുമാനിക്കാനല്ല അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞത്. ബല്ലിഗു അന്നി വലൗ ആയ, ഒരായത്താണ് എന്നിൽ നിന്ന് നിങ്ങൾ പഠിച്ചതെങ്കിൽ അത് നിങ്ങൾ പറയണം. ബല്ലിഗു അന്നി വലൗ ആയ, ഒരായത്താണ് എന്നിൽ നിന്ന് നിങ്ങൾ പഠിച്ചതെങ്കിൽ അത് നിങ്ങൾ പറയണം. കാത്തിരിക്കാൻ സമയമല്ല. അപ്പൊ ആദ്യം ഇൽമുണ്ടാക്കുക, രണ്ടാമതായി അമല് ചെയ്യുക, മൂന്നാമതായി അദ്ദഅവത്തു ഇലൽ ഇൽമി വൽ അമലി, കിട്ടിയ ഇൽമിലേക്കും നാം ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തനത്തിലേക്കും ആളുകളെ ക്ഷണിക്കുക. ആ ഡ്യൂട്ടിയാണ് ഇപ്പോൾ നാം നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. യുവാക്കളുമായി ബന്ധപ്പെട്ട് ഇൻഷാ അല്ലാഹ് എന്റെ സംസാരം ആ ഭാഗത്തേക്ക് ഞാൻ കൊണ്ടുപോകുന്നത്. പ്രിയപ്പെട്ട യുവാക്കളെ, എന്റെ ശബ്ദം കേൾക്കുന്ന ചെറുപ്പക്കാരെ, ഇതാ നിങ്ങളുടെ ഹൃദയത്തിൽ അത് കുറിച്ചു വെച്ചുകൊണ്ട് വീട്ടിലേക്ക് തിരിച്ചു പോകുമ്പോ ഒരാത്മകഥം പോലെ നിങ്ങൾ ചോദിക്കണം മനസ്സിനോട്, ഞാൻ കേട്ടിട്ടില്ലേ? ഉണ്ട്. ഞാൻ അറിഞ്ഞിട്ടില്ലേ? ഉണ്ട്. ഞാനത് ചെയ്യാറുണ്ടോ? ഇല്ല. ഇത് ചെയ്യാൻ പാടില്ലാത്തത് ചെയ്യാറുണ്ടോ? ഉണ്ട്. ഈ ഉത്തരങ്ങൾ തമ്മിൽ ഏറ്റുമുട്ടി പോസിറ്റീവായ ദിശയിലേക്ക് എന്റെ തീരുമാനത്തെ തിരിച്ചുവിടാൻ എന്റെ ഈ കൊച്ചു സംസാരത്തെ അല്ലാഹു ഉപകാരപ്രദമാക്കി മാറ്റുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. സ്വാഭാവികമായും ഈ 3 സ്റ്റെപ്പുകൾ പൂർത്തിയായി കഴിഞ്ഞാൽ
നാലാമത്തെ സ്റ്റെപ്പ് സ്വാഭാവികമായിട്ട് വരും. ഇത് ഖുർആൻ പറഞ്ഞതാണ്, ഹദീസുകളിലുള്ളതാണ്, പണ്ഡിത ലോകം അതിന്റെ സ്റ്റെപ്പായി ക്രോഡീകരിച്ചതാണ്. എങ്ങനെ ഒരു ഇൽമ നാം മനസ്സിലാക്കി അത് ഞാൻ എന്റെ ജീവിതത്തിൽ പകർത്താൻ തുടങ്ങി, അതിലേക്ക് ഞാൻ ആളുകളെ ക്ഷണിക്കാൻ തുടങ്ങി, സ്വാഭാവികമായും എനിക്ക് കുത്തുവാക്ക് കേൾക്കേണ്ടി വരും, സ്വാഭാവികമായി പരിഹാസം കേൾക്കേണ്ടി വരും, ആക്ഷേപം കേൾക്കേണ്ടി വരും, ആരോപണങ്ങൾ ഉന്നയിച്ചെന്ന് വരും, അതേ എതിർപ്പുകൾ ഉണ്ടാവും, പ്രതികൂല സാഹചര്യങ്ങൾ ഉണ്ടാവും, മതിൽക്കെട്ടുകൾ മുന്നിൽ കടന്നു വരും. എല്ലാ സർവ്വവിധ മതിൽക്കെട്ടുകളെയും താണ്ടിക്കടന്ന് മറികടന്ന് ഓവർടേക്ക് ചെയ്ത് അല്ലാഹുവിന്റെ ദീന് പറയേണ്ടി വരും, പ്രവർത്തിക്കേണ്ടി വരും. അപ്പോ അസ്സബ്റു അലല്ലാദാ, ഉപദ്രവങ്ങളുടെ മേൽ ക്ഷമിക്കുക. ഇതാണ് നാലാമത്തെ സ്റ്റെപ്പെന്ന് പരിശുദ്ധ ഖുർആനിന്റെയും തിരുസുന്നത്തിന്റെയും അടിസ്ഥാനത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. സത്യത്തിൽ ഇന്ന് മനുഷ്യർക്കുള്ള പണി എന്താ? സർവ്വ മനുഷ്യർക്കുള്ള പണി എന്താണല്ലോ പണ്ഡിത ലോകം എണ്ണി പറയാണ്. മനുഷ്യർക്കുള്ള കാര്യമായിട്ടുള്ള പണി എന്ന് പറഞ്ഞാൽ എന്താണ്? അകൽതും നിഅമ റബ്ബിക്കും, നിങ്ങളുടെ റബ്ബ് നിങ്ങൾക്ക് തന്ന നിഅമത്താകുന്ന ഭക്ഷണം തിന്നുകൊണ്ടേയിരിക്കുന്നു, പക്ഷേ വലം തശ്കുറു ലഹാ, അതിന് നന്ദി കാണിക്കുന്നില്ല. കുറെ അധ്വാനിക്കണം, കുറെ ഭക്ഷിക്കണം, കുറെ കുടിക്കണം, കുറെ രസിക്കണം, കുറെ രമിക്കണം. ഇത് റബ്ബ് തന്ന അനുഗ്രഹമാണ്. ഒരേ വെള്ളം ഭൂമിയിലേക്ക് ഇറങ്ങി, ഇവിടെ ചവർപ്പുള്ളത്, മധുരമുള്ളത്, എരിവുള്ളത്, അങ്ങനെ രുചിഭേദങ്ങളോടുകൂടി അതേ വെള്ളത്തിൽ, അതേ പറമ്പിൽ, അതേ മണ്ണിൽ, അതേ വളം ചേർത്ത് അതാ വിളവെടുക്കുന്ന മനുഷ്യൻ അല്ലാഹു തആല തന്ന അപാരമായ അനുഗ്രഹമായ അല്ലാഹുവിന്റെ നിഅമത്തായ ഭക്ഷണം ഭക്ഷിക്കുകയാണ്. ആ ഭക്ഷണത്തിന്റെ കാര്യമല്ല എടുത്തു പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ എന്നെ മാത്രം ആരാധിക്കണമെന്ന് പറയുന്ന ഭാഗത്ത് പരിശുദ്ധ ഖുർആൻ 1-ാമധ്യായ സൂറത്ത് ഫാത്തിഹ, 2-ാമധ്യായ സൂറത്ത് ബഖറ, ബഖറയിലെ ആദ്യത്തെ മനുഷ്യരെ എന്ന വിളി, ആദ്യത്തെ മനുഷ്യരെ എന്ന വിളി, യാ യുഹന്നാസ്, യാ യുഹന്നാസ് ഉഅ്ബുദു റബ്ബക്കും അല്ലദീ ഖലഖക്കും വല്ലദീന മിൻ ഖബലിക്കും ലഅല്ലക്കും തത്തഖൂൻ അല്ലദീ ജഅല ലക്കുമുൽ അർള ഫിറാശാ والسماء بناء وأنزل من السماء ماء فأخرج به من الثمرات رزقا لكم فلا تجعلوا لله أندادا وأنتم تعلمون. എന്താണ് പറഞ്ഞതിന്റെ അർത്ഥം? അവിടെ എടുത്തു പറഞ്ഞു അല്ല, ഓ മനുഷ്യരെ, മുസ്ലിങ്ങളെ എന്നല്ല, യാ യുഹന്നാസ്, ഓ മനുഷ്യരെ, നിങ്ങൾ ആരാധിക്കണം അവനെ. യാ യുഹന്നാസ് ഉഅ്ബുദു റബ്ബക്കും അല്ലദീ ഖലഖക്കും, നിങ്ങളെ സൃഷ്ടിച്ചവനായ റബ്ബിനെ നിങ്ങൾ ആരാധിക്കണം. നിങ്ങളെ മാത്രമല്ല, നിങ്ങളുടെ ഉപ്പമാരെ, നിങ്ങളുടെ ഉമ്മമാരെ, നിങ്ങളുടെ ചേട്ടന്മാരെ, അങ്ങനെ കാക്കക്കാരണവന്മാരെ, ആദം അലൈഹിസ്സലാത്തു വസ്സലാം എന്ന് പറയുന്ന അതേ നമ്മുടെ വല്ലിപ്പയാകുന്ന നമ്മുടെ ഉപ്പയെ മുട്ടിയാൽ ശബ്ദമുണ്ടാകുന്ന കളിമണ്ണിന്റെ സത്തയിൽ നിന്ന് അല്ലാഹു തആല ഉണ്ടാക്കിയിട്ട് എണീക്കാൻ പറഞ്ഞ നമ്മുടെ വല്ലിപ്പയാകുന്ന ആദം അലൈഹിസ്സലാത്തു വസ്സലാം വരെയുള്ള ഓരോ മനുഷ്യരും അതെ അവരെ നിങ്ങളെയും നിങ്ങൾക്ക് മുമ്പുള്ളവരെയും സൃഷ്ടിച്ചവനായ സംവിധാനിച്ചവനായ റബ്ബിനെ ആരാധിക്കണം. അവനെങ്ങനെയുള്ളവനാണ്? അല്ലദീ ജഅല ലക്കുമുൽ അർള ഫിറാശാ, ഈ ഭൂമിയെ ഉരുണ്ടതാണ്, അച്ചുതണ്ടിൽ കറങ്ങുന്നതാണ്, പക്ഷേ നമുക്ക് തോന്നുന്നത് പരന്നതാണ്. ഭൂമി ഉരുണ്ടതാണെന്ന് തെളിവ് ഖുർആനിലുണ്ട്. യുഖവ്വിറുൽ ലൈല അലൻ നഹാർ വയുഖവ്വിറുൻ നഹാറ അലൽ ലൈൽ. പരിശുദ്ധ ഖുർആൻ 39-ാം അധ്യായം സൂറത്തുൽ സുമർ. ഞാൻ ആ ഭാഗത്തേക്ക് പോകുന്നില്ല, എന്റെ വിഷയം അതല്ല. ഇവിടെ എന്താ പറഞ്ഞത്? ആ റബ്ബ് എങ്ങനെയുള്ളവനാണ്? ഉരുണ്ട ഭൂമിയെ, ഈ ഭൂതലത്തെ ദാ നിങ്ങൾക്കൊരു വിരിപ്പാക്കി തന്നവൻ. അല്ലദീ ജഅല ലക്കുമുൽ അർള ഫിറാശാ വസ്സമാഅ ബിനാഅ, ആകാശത്തെ ഒരു മേൽക്കൂരയാക്കി തന്നവൻ. വഅൻസല, അവൻ ഇറക്കി തന്നു, നിങ്ങൾക്ക് ആകാശത്ത് നിന്ന് വെള്ളമിറക്കി തന്ന് ആ വെള്ളത്തിലൂടെ നിങ്ങൾക്ക് വേണ്ട ഉൽപാദനങ്ങളെ മുളപ്പിച്ചു തന്നു. അതുകൊണ്ട് ഫലാ തജ്അലൂ ലില്ലാഹി അൻദാദാ, അവനെ നിങ്ങൾ സമന്മാരെ ഉണ്ടാക്കരുത്. മൃഗങ്ങളുണ്ടാക്കൂ? ഇല്ല. പക്ഷികളുണ്ടാക്കൂ? പാറ്റകളുണ്ടാക്കൂ? ആരുണ്ടാക്കൂല. ആരാ അല്ലാഹുക്ക് സമന്മാരുണ്ടാക്കുക? മനുഷ്യര് മാത്രം. ആരാ അല്ലാഹുവിനോട് ഏറ്റവും വലിയ നന്ദി കേട് കാണിക്കുന്നത്? എല്ലാ ചെടികളും, എല്ലാ വൃക്ഷങ്ങളും, എല്ലാ പ്രാണികളും, എല്ലാ പാറ്റകളും, സർവ പറവകളും, ആകാശത്തിന്റെ വിഹായസിൽ വട്ടമിട്ട് പറക്കുന്ന പറവകൾ, പക്ഷികൾ ചിറക് വിടർത്തി സ്തുതികീർത്തനമർപ്പിക്കുന്നുണ്ട് അല്ലാഹുവിനെ. മാളത്തിലിരിക്കുന്ന ഉറുമ്പ് പോലും അല്ലാഹുവിന് സ്തുതികീർത്തനമർപ്പിക്കുന്നുണ്ട്. വെള്ളത്തിന്റെ ആഴയിലേക്ക് ഓളിയിട്ട് പോകുന്ന മത്സ്യങ്ങൾ അല്ലാഹുവിന് സ്തുതികീർത്തനമർപ്പിക്കുന്നുണ്ട്.
അർപ്പിക്കാത്തതാരാ ലോകത്ത്? മനുഷ്യന് മാത്രം. കാരണം ഓൻ അല്ലാഹ് വല്ലാത്ത ബുദ്ധി കൊടുത്തു. അതുകൊണ്ട് നന്ദികേട് ഒരൊറ്റ സൃഷ്ടിയിൽ നിന്ന് മാത്ര, മനുഷ്യനിൽ നിന്ന് മാത്രം. അല്ലേ? ഫലാ തജഅലു ലില്ലാഹി അൻദാദാ, അറിഞ്ഞുകൊണ്ട് അറിവുള്ളവരായി ഇത് മനസ്സിലാക്കുന്നവരായിട്ടും നിങ്ങൾ അല്ലാഹുവിന് സമന്മാരെ ഉണ്ടാക്കരുത്. ഓർക്കണം, ഗൗരവത്തോടുകൂടി ഓർക്കണം. അതൊരു വിഷയമാണ്. തൗഹീദിന്റെ ഏറ്റവും പ്രസക്തമായ ഭാഗത്തിലേക്ക് എന്റെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ പ്രവേശിക്കാൻ അനുവദിക്കുമെങ്കിൽ, സമയം കിട്ടുമെങ്കിൽ ഞാൻ ആ ഭാഗത്ത് ഇൻഷാ അല്ലാഹ് ആ വിഷയങ്ങളെ പരാമർശിക്കാം. അപ്പൊ എന്താണ്? പഠിക്കുക, അമല് ചെയ്യുക, അതിലേക്ക് ആളുകളെ ക്ഷണിക്കുക, സ്വാഭാവികമായിട്ടുണ്ടാകുന്ന ഉപദ്രവങ്ങളെ ക്ഷമിക്കുക. അല്ലേ? പക്ഷെ മനുഷ്യനുള്ള ഇന്നത്തെ ഏർപ്പാടെന്താ? ധാരാളമായി ഭക്ഷിക്കുക, ധാരാളമായി ഭക്ഷണം കഴിക്കുക, ധാരാളമായി ഭക്ഷണം കഴിക്കുക, കുടിക്കുക. എന്നിട്ട് ഒരിക്കലും വലം തഷ്കുറു ലഹാ, നിങ്ങളൊരിക്കലും അവന് ആ അനുഗ്രഹത്തിന് നന്ദി കാണിക്കുന്നില്ല. പിന്നെ നിങ്ങൾക്കുള്ള ഏർപ്പാടെന്താ? വസ്തഖൽതും ബിഉയൂബിന്നാസ്, ജനങ്ങളുടെ ന്യൂനത കണ്ടെത്താനുള്ള വ്യാപൃതമായ പരിശ്രമത്തിലാണ് മനുഷ്യരെല്ലാവരും. എന്താണ് അവന് പോരായ്മയുള്ളത്? അവന്റെ ന്യൂനത എന്താണ്? അവന്റെ ജീവിതത്തിൽ എന്തൊരു കുറവാണുള്ളത്? അവന്റെ സംസാരത്തിൽ എന്തൊരു കുറവാണുള്ളത്? ജീവിതത്തിന്റെ മുച്ചോട് രംഗങ്ങളെ പരിശോധനയ്ക്ക് വിധേയമാക്കി ചുഴിഞ്ഞന്വേഷണം നടത്തി, അത് ഓരോ വ്യക്തിയുടെയും ഉള്ളിന്റെ ഉള്ളറകളിലേക്ക് പ്രവേശിച്ച് അവന്റെ ന്യൂനതകളെ, അവന്റെ പോരായ്മകളെ കണ്ടെത്താനുള്ള പരിശ്രമത്തിലാണ് മനുഷ്യലോകം. അതിവിടെ മറന്നുപോകുന്ന എന്താ? വനസീത്തും ഒഴിബക്കും, നിങ്ങൾ നിങ്ങളുടെ പോരായ്മകളെ മറന്നുപോവുകയും ചെയ്യുന്നു. അതല്ല സത്യത്തിൽ ഇന്ന് മനുഷ്യരുടെ അവസ്ഥ. ഒരു മനുഷ്യൻ ചെയ്യുന്ന എത്രയോ നന്മയാകുന്ന വശങ്ങളെ കാണാൻ ആരുമില്ല, അതിനെ ആരും ഓർക്കുന്നില്ല. നന്മ പ്രവർത്തിക്കുന്ന, തൗഹീദ് പറയുന്ന, തൗഹീദിനു വേണ്ടി സംസാരിക്കുന്ന, തൗഹീദിനു വേണ്ടി ജീവിതത്തെ മാറ്റിവെച്ച ഏതെങ്കിലും ഒരു പ്രഭാഷകന്റെ പ്രഭാഷണത്തിൽ ഒരു വരി തെറ്റിപ്പോയാൽ, ഒരക്ഷരം മാറിപ്പോയാൽ, ഒരു ഉദ്ദേശാർത്ഥം മാറിപ്പോയാൽ അത് ചുടിന്നന്വേഷിച്ച്, അത് പൊട്ടി പർവ്വതീകരിച്ച്, അതെ ആ മനുഷ്യന്റെ സർവ്വരംഗങ്ങളിലുമുള്ള ആ മനുഷ്യന്റെ വിമാനത്തെ നഷ്ടപ്പെടുത്തുവാനുള്ള പരിശ്രമം. എന്തങ്ങനെ? എന്നിട്ട് സ്വന്തം ന്യൂനതകളെ മറന്നുപോകുന്ന അവസ്ഥ. വദക്കർത്തുമുൽ മൗത, മരണത്തെ നിങ്ങൾ ഓർക്കുന്നുണ്ട്, മരണത്തെ നിങ്ങൾ ഓർക്കുന്നുണ്ട്. അധിക യുവാക്കളും ഓർക്കുന്നുണ്ട്, അധിക മനുഷ്യരും ഓർക്കുന്നുണ്ട്. വാഹനാപകടത്തെക്കുറിച്ച് കേൾക്കുമ്പോ, വർഷങ്ങൾക്ക് മുമ്പ് മലപ്പുറം ജില്ലയിലെ പൂക്കിപ്പറമ്പിൽ ഒരു ബസ് അപകടം, വാഹനം ഒരു ബസ് കത്തിത്തീരുന്ന രംഗത്തെക്കുറിച്ച് ഓർക്കുമ്പോ, കടലുണ്ടി ഭാഗത്ത് തീവണ്ടി ദുരന്തത്തെക്കുറിച്ച് ഓർക്കുമ്പോ, മംഗലാപുരത്ത് വിമാനാപകടത്തെക്കുറിച്ച് ഓർക്കുമ്പോ, അല്ലെ അങ്ങ് മറീന ബീച്ചിനെ പോലെയുള്ള ബീച്ചുകളെ നക്കിത്തുടച്ച് വൃത്തിയാക്കി എന്ന് വേണമെങ്കിൽ പരാമർശിക്കാവുന്ന സുനാമിയെ കുറിച്ച് ഓർക്കുമ്പോ, 100 അടി ഉയരത്തിലേക്ക് ഉയർന്നു നിന്ന തിരമാല 1500 കിലോമീറ്റർ വേഗതയിൽ അതിശീഘ്രം മറീന ബീച്ചിനെ പോലെയുള്ള ബീച്ചുകളെ ലക്ഷ്യം വെച്ച് അതിവേഗത്തിൽ മലകണക്ക് പർവ്വതം കണക്ക് ചീറിപ്പാഞ്ഞ് കടന്നുവന്ന് 10,000-കണക്കിന് ആളുകളുമായി അവരെ മയ്യത്താക്കി തിരിച്ചുപോയ സുനാമിയുടെ ആർത്തുരന്തിയ തിരമാലകളെ കുറിച്ചുള്ള ഓർമ്മ മനസ്സിൽ നിന്ന് പോയിട്ടില്ല. പക്ഷേ അതൊക്കെ കണ്ടിട്ടും നിങ്ങൾക്കൊരു ഗുണം കിട്ടിയിട്ടില്ല. ഓലം തസ്തഇദ്ദു ലഹാ, അതിനുവേണ്ടി നിങ്ങൾ തയ്യാറെടുപ്പ് നടത്തിയിട്ടില്ല. സത്യല്ലേ? മരണത്തെക്കുറിച്ച് ഓർക്കുന്നുണ്ട്. നാട്ടിലൊരാൾ മരിച്ചാൽ, ഞാനിങ്ങോട്ട് യാത്ര ചെയ്യുമ്പോ എന്റെ അയൽവാസി സൗദി അറേബ്യയിൽ വെച്ച് മരിച്ചു. 25 വയസ്സുള്ളൂ. ഹൃദയസ്തംഭനം. നല്ല ആരോഗ്യമുള്ള, നല്ല ഹൈറ്റുള്ള, നല്ല വെയിറ്റുള്ള. അതെ, ഞാൻ എന്റെ വീട്ടിൽ നിന്ന് കാലത്ത് 11 മണി കഴിഞ്ഞ് ഇങ്ങോട്ട് പുറപ്പെടാൻ ഒരുങ്ങി നിൽക്കുമ്പോ അയൽവാസികളൊന്ന് പറയാണ്, നിറഞ്ഞ വിവരം എന്താ? 25-കാരനാകുന്ന, ഏകദേശം 3 മാസം മുമ്പ് സൗദി അറേബ്യയിലേക്ക് യാത്ര പോയ ആ ചെറുപ്പക്കാരനാകുന്ന എന്റെ നാട്ടുകാരൻ ഹൃദയസ്തംഭനം മൂലം അവിടെ വെച്ച് മരണപ്പെട്ടിരിക്കുകയാണ്. അല്ലാഹു മഗ്ഫിറത്തും റഹ്മത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ. എത്ര വാർത്തകൾ! എനിക്ക് ചൂടുവെള്ളം വേണമെന്ന് പറഞ്ഞ് ഗ്രൂപ്പിലേക്ക് കയറി വന്ന ലോഡിംഗ് തൊഴിലാളിയായ ഒരു ചെറുപ്പക്കാരന്റെ മരണവാർത്ത കഴിഞ്ഞ വർഷം എന്റെ നാട്ടിലുണ്ടായി.
എങ്ങനെ? എനിക്ക് ചൂടുവെള്ളം വേണമെന്ന് പറഞ്ഞ് കയറി വന്നു. വീട്ടിനുള്ളിലേക്ക് കയറി ബാത്റൂമിലേക്ക് പോകണമെന്ന് പറഞ്ഞ് ടോയ്ലറ്റിലേക്ക് ബാത്റൂമിലേക്ക് പോയി വാതിൽ ഉള്ളിലേക്ക് കുത്തിയിട്ട് വെള്ളം പൈപ്പിൽ നിന്ന് ടാപ്പിൽ നിന്ന് ഇങ്ങനെ ഒഴുകുന്ന ശബ്ദം കേൾക്കുന്നുണ്ട്. ഏറെ സമയം കഴിഞ്ഞിട്ടും ഇല്ല, വാതിൽ തുറക്കുന്നില്ല, അവിടെ നിന്നുള്ളുന്ന ശബ്ദം കേൾക്കുന്നില്ല, വെള്ളം വീടുന്ന ശബ്ദമല്ലാതെ മറ്റൊന്നും കേൾക്കുന്നില്ല. വീട്ടിൽ ഭാര്യയുണ്ട്, ഉമ്മയുണ്ട്, വാതിലിൽ മുട്ടി വിളിച്ചു, തുറക്കുന്നില്ല. ഏതാനും മിനിറ്റുകൾക്ക് മുമ്പ് എനിക്ക് ചൂടുവെള്ളം വേണം, ഞാനിപ്പോ വരാം, ബാത്റൂമിൽ പോയിട്ട് വരാം, കുറച്ച് ചൂടുവെള്ളം ഉണ്ടാക്കി വെക്കണമെന്ന് പറഞ്ഞ ആ ചെറുപ്പക്കാരനായ മനുഷ്യൻ ബാത്റൂമിൽ അല്ലെങ്കിൽ ടോയ്ലറ്റിൽ ക്ലോസറ്റിന്റെ ഭാഗത്ത് വീണ് കിടന്ന് വാതിൽ ചവിട്ടി തുറന്ന് ഉള്ളിലേക്ക് കയറുമ്പോ മരണപ്പെട്ട് കിടക്കുന്ന രംഗമാണ് കാണുന്നത്. അത് കണ്ടപ്പോ നമ്മുടെ ഹൃദയം വല്ലാതെ നടുങ്ങിപ്പോയി, പേടിച്ചു. ചക്കരക്കല്ലിൽ അങ്ങനെ അനുഭവം ഉണ്ടായാൽ, അപ്പുറത്ത് വാരത്തുണ്ടായാൽ, അല്ലേ, ഉണ്ടായാൽ, മേലെ ചൊവ്വയിലും താഴെ ചൊവ്വയിലും ഉണ്ടായാൽ, കണ്ണൂരിലുണ്ടായാൽ നമ്മുടെ മനസ്സ് കുലുങ്ങും. പക്ഷെ വലം തസ്തഇദ്ദു ലഹ, ഒരു മരണം എന്റെ മുമ്പിലേക്കും വരുന്നുണ്ട്, ഒരുക്കം നടത്തണമെന്നത് ഹൃദയത്തിലേക്ക് വരുന്നില്ല. വതഫൻതും മൗതാകും, നിങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് മരണപ്പെട്ടവരെ നിങ്ങൾ കബറടക്കുന്നുണ്ട്. എല്ലാം ശരിയാക്കി 3 തുണിയിൽ പൊതിഞ്ഞ് കബറടക്കത്തിനുള്ള ഒരുക്കങ്ങൾ നടത്തി കബറിലേക്ക് വെക്കുന്ന രംഗം നോക്കി കണ്ട് അവിടെ വെച്ച് തസ്ബീഹ് ചൊല്ലി, അത് അരമണിക്കൂറോ അതല്ലെങ്കിൽ ഏതാനും മിനിറ്റുകളും അവിടെ നിന്ന് തസ്ബീഹുകൾ ചൊല്ലി തിരിച്ചു പോരുന്ന നിങ്ങൾ ആ സമയത്ത് ഓർക്കുന്നുണ്ട്. മയ്യത്ത് കൊണ്ടുപോകുമ്പോൾ കട്ടിലിൽ പിടിക്കാൻ താല്പര്യം കാണിക്കുന്നുണ്ട്. ഞാൻ പിടിക്കാം, മാറിക്കോ, നീ പ്രയാസപ്പെടേണ്ടതില്ല എന്ന് പറയാൻ ആളുണ്ട്. നിസ്കരിക്കാത്ത സുഹൃത്ത് പോലും, നോമ്പെടുക്കാത്ത സുഹൃത്ത് പോലും, അള്ളാനെ ഓർക്കാത്ത സഹോദരന് പോലും മുമ്പ് കല്ലുകുടിച്ചുകൊണ്ട് മരണമായതുകൊണ്ട്, മരണവീടായതുകൊണ്ട് അന്ന് ഉപേക്ഷിച്ചു വന്ന ചെറുപ്പക്കാരന് പോലും ഈ മയ്യത്ത് കെട്ടിൽ തോളിൽ വെക്കാൻ 6 മനുഷ്യനെ പിടിച്ചുകൊണ്ടുപോകുമ്പോ ഇടയ്ക്കിടയ്ക്ക് മാറിക്കൊടുക്കാൻ, അല്ലേ, കണ്ണീരിലൂടെ ചോർക്കാൻ തയ്യാറാകുന്ന മനുഷ്യരെ, ചെറുപ്പക്കാരെ, ഒരു കാര്യം നിങ്ങൾ മറന്നു പോകുന്നുണ്ട്. കബറടക്കം കഴിഞ്ഞ് നിങ്ങൾ വീട്ടിലേക്ക് തിരിച്ചു പോകുമ്പോ, കബറടക്കം കഴിഞ്ഞ് നിങ്ങൾ അങ്ങാടിയിലേക്ക് തിരിച്ചു പോകുമ്പോ, കബറടക്കം കഴിഞ്ഞ് നിങ്ങൾ മാർക്കറ്റിലേക്ക് തിരിച്ചു പോകുമ്പോ, കച്ചവടത്തിലേക്ക്, ഇടപാടുകളിലേക്ക്, ക്രയവിക്രയത്തിലേക്ക്, ബിസിനസ്സിലേക്ക്, മാർക്കറ്റിലേക്ക് നിങ്ങൾ ഇറങ്ങിപ്പോകുമ്പോ ഒരു കാര്യം നിങ്ങൾ മറന്നു പോകുന്നുണ്ട്. ഫലം തഅ്തബിറു മിൻഹു, കേട്ടോ, അതിൽ നിന്ന് ഒരു ഗുണപാഠവും ഉൾക്കൊള്ളുന്നില്ല, ഒരു ഇബറത്ത് കിട്ടാതെ പോകുന്നു. അത് നമ്മുടെ ജീവിതം നാശത്തിലേക്ക് നടക്കാനുള്ള കാരണം. മരിച്ചവരെ കാണുമ്പോ, ഖബറടക്കം കാണുമ്പോ, മയ്യത്ത് കൊണ്ടുപോകുന്നത് കാണുമ്പോ മനസ്സിലേക്ക് പേടി വരുന്ന മനുഷ്യൻ, ഒരു ഇബറത്ത്, ഒരു പാഠം അതിൽ നിന്ന് ഉൾക്കൊള്ളാൻ തയ്യാറാകാത്ത അവസ്ഥ. അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഓർക്കുക, അല്ലേ, നാട് വളരെ മോശമാണ്, ഈ നാടല്ല മൊത്തത്തിൽ. ചെറുപ്പക്കാരെ തിന്മയിലേക്ക് മാടി വിളിക്കുകയാണ്. ഹാൻസ്, പാൻപരാഗ്, ഗുഡുക്ക, അങ്ങനെ പല പേരിലും, എനിക്കറിയില്ല എല്ലാ പേരും, മാടി വിളിക്കുക. ചക്കരക്കല്ലങ്ങാടിയിൽ, ഈ പ്രദേശത്തെ, ഈ കൊച്ചു അങ്ങാടിയിൽ, ഇതിന്റെ പേരെനിക്കറിയില്ല, ഈ പ്രദേശത്ത് പ്രിയപ്പെട്ടവരെ, ഒരു കൊച്ചു കടയിൽ, ഒരു മുസൽമാന്റെ കടയിൽ, ഒരു മുസ്ലിമിന്റെ കടയിൽ, ഏതാവട്ടെ, ഏത് സംഘടനയിൽപ്പെട്ടവനാകട്ടെ, ഒരു കട ഒന്ന് പരിശോധിച്ചാൽ അവിടെയും ഉണ്ടാകാം പാൻപരാഗും ഹാൻസുമൊക്കെ, അല്ലേ? ഒരു മുസ്ലിം അതൊരു വടികെട്ടി, അതല്ലെങ്കിൽ അതിനുവേണ്ട സംവിധാനമൊരുക്കി, മാലപ്പടക്കങ്ങളെപ്പോലെ, ചിത്രശലഭങ്ങളെപ്പോലെ വ്യത്യസ്തമായ വർണ്ണങ്ങളിൽ ലഹരി പദാർത്ഥങ്ങൾ തൂക്കിയിട്ട് കച്ചവടം നടത്തുമ്പോ, അതാ മുസൽമാൻ എന്ന് പറയുന്ന ഒരു മനുഷ്യന്റെ കടയിൽ, മേശക്കടയിൽ വെച്ച് അതെടുത്തു കൊടുക്കാൻ യാതൊരു മടിയുമില്ലാത്ത കച്ചവടക്കാരൻ കള്ളുഷപ്പെടുത്തുവോ? ഇല്ല. വ്യഭിചാരശാല നടത്തുവോ? ഇല്ല. പിന്നെന്തങ്ങനെ? അതത്ര ലഹരിയില്ലല്ലോ, അത്ര വലിയ കുട്ടായിട്ട് തോന്നുന്നില്ലല്ലോ. കുല്ലു മുസ്കിരിൻ ഹറാം, ലഹരി ഉണ്ടാക്കുന്നത് എന്തും നിഷിദ്ധമാണ്. കുല്ലു ശറാബിൻ അസ്കറ ഫഹുവ ഹറാം, ലഹരി ഉണ്ടാക്കുന്ന ഏത് പാനീയവും നിങ്ങൾക്ക് നിഷിദ്ധമാണ്, അല്ലേ? നിങ്ങൾ നിങ്ങളെ കൊന്നുകളയരുത്. ലാ തഖ്തുലു അൻഫുസക്കും, നിങ്ങൾ നിങ്ങളെ കൊല്ലരുത്.
നിങ്ങൾക്കും മറ്റുള്ളവർക്കും നിങ്ങൾ ഉപദ്രവം ഉണ്ടാക്കരുത്. സ്മോക്കിംഗ് നടത്തുമ്പോഴോ ഈ കൂട്ടത്തിൽ ആരും ഉണ്ടാവില്ല എന്ന് വിചാരിക്കുക. നിസ്സാരമായൊരു കാര്യ. സ്മോക്കിംഗ് നടത്തുമ്പോഴോ ശല്യം എനിക്കുണ്ട്. എന്റെ ജീവന് അത് ഹാനിയാണ് ആണല്ലോ. മറ്റുള്ളവർക്കത് ശല്യമാണ്, മറ്റുള്ളവർക്കത് ഉപദ്രവമാണ്. സെക്രട്ടറി വാണിംഗ് എന്നൊരു വാണിംഗ് അതിലുണ്ട്. പ്രത്യേകമായ ഒരു അപേക്ഷയുണ്ട്. സ്മോക്കിംഗ് ഈസ് ഇൻജൂറിയസ് ടു ഹെൽത്ത്. ആരോഗ്യത്തിന് കേടാണ് എന്ന് ഗവൺമെന്റിന് അത്രേ പറയാനാവൂ. അതിനപ്പുറമൊന്നും ചെയ്യാനാവില്ല. അല്ലേ? ഒരുപക്ഷെ ചെയ്യാനാവില്ല. ഒരുപക്ഷെ വിചാരിച്ചാൽ അതിനപ്പുറം ചെയ്യാവുന്നതാണ്. വ്യഭിചരിക്കല്ലേ എന്ന് പറഞ്ഞാൽ കേൾക്കില്ല എന്ന് തോന്നുന്ന ഒരു സമൂഹമാണ് മുമ്പിലുള്ളത്. അതുകൊണ്ട് ഗവൺമെന്റ് നമ്മുടെ വീടിന്റെ മതില്, നമ്മുടെ കച്ചവടം ചെയ്തുകൊണ്ടിരിക്കുന്ന ഷോപ്പിന്റെ മുമ്പിലുള്ള മതില്, മാർക്കറ്റില് വലിയ പരസ്യ ബോർഡ് സംഭരിക്കാൻ വെക്കാൻ പറ്റുന്ന മതിലുകള് അവിടെ ബുക്ക് ചെയ്തുകൊണ്ട് ഗവൺമെന്റ് പരസ്യം ചേർക്കുന്നു. എന്താ പരസ്യം? മറക്കല്ലേ കോണ്ടം. ഗവൺമെന്റ് മതിൽ ബുക്ക് ചെയ്ത് പരസ്യപ്പെടുത്തിയ പരസ്യ ബോർഡാണിത്. എന്താ? വ്യഭിചാരത്തിലേക്ക് നിങ്ങൾ അടുത്തു പോകല്ലേ എന്ന് ഖുർആൻ. വ്യഭിചരിക്കല്ലേ എന്നല്ല ഖുർആൻ പറഞ്ഞത്. വ്യഭിചാരത്തിലേക്ക് നിങ്ങൾ അടുത്തു പോകല്ലേ. വ്യഭിചരിക്കല്ലേ എന്ന് പറഞ്ഞതിന്റെ എത്രയോ അതിശക്തമായ ശക്തിയാണ് പ്രിയപ്പെട്ടവരെ. വലിയ സൂക്ഷ്മതാബോധമാണ്. വ്യഭിചാരത്തിലേക്ക് നിങ്ങൾ അടുത്തു പോകല്ലേ എന്ന പ്രയോഗത്തിലൂടെ ഖുർആൻ ലക്ഷ്യമാക്കിയിട്ടുള്ളത്. അതിന്റെ മാധ്യമങ്ങളടക്കണം, ചാനലുകളടക്കണം, മേഖലകളടക്കണം. അതിനുള്ള അവസ്ഥകളും അവസരങ്ങളും നീക്കണം. അതുകൊണ്ട് വലാ തഖറബു സിന, വ്യഭിചാരത്തിലേക്ക് നിങ്ങൾ അടുത്തു പോകരുത്. നാടോടി സ്ത്രീ കിടന്നുറങ്ങുമ്പോ 2 വയസ്സുള്ള കുഞ്ഞിനെ വാരിയെടുത്ത് തൊട്ടടുത്ത കുട്ടിക്കാട്ടിലേക്ക് കൊണ്ടുപോയി ക്രൂരമായി ബലാത്സംഗം ചെയ്ത് ഒന്നുമറിയാത്ത, ആണെന്തെന്നറിയാത്ത, പെണ്ണെന്തെന്നറിയാത്ത, സ്ത്രീത്വമെന്തെന്നറിയാത്ത, ആണത്വമെന്തെന്നറിയാത്ത, ലൈംഗികത എന്തെന്നറിയാത്ത, ഇല്ല അങ്ങനെയൊരു ചിന്തയുമില്ലാത്ത നിഷ്കളങ്കയായ പിഞ്ചോമന പൈതലായ 2 വയസ്സും 4 വയസ്സും 6 വയസ്സും പ്രായമുള്ള പെൺകുട്ടിയെ മാതാവിന്റെ തൊട്ടടുത്തുനിന്ന് വാരിയെടുത്ത് കുട്ടിക്കാട്ടിലേക്ക് കൊണ്ടുപോയി ക്രൂരമായി ബലാത്സംഗം ചെയ്ത് കൊന്നുകളയുന്ന ഒരു വല്ലാത്ത അവസ്ഥ ലോകത്തുണ്ട്. ഉണ്ടല്ലോ. പ്രൈമറി തലത്തിൽ പഠിക്കുന്ന കുട്ടി തൊട്ടടുത്ത വീട്ടിലേക്ക് വെള്ളം കുടിക്കാൻ വരുമ്പോ ആ കുഞ്ഞിനെ 60കാരനാകുന്ന 55കാരനാകുന്ന വല്ലിപ്പയുടെ പ്രായമുള്ള മനുഷ്യന്മാര് വിളിച്ച് ആ കുട്ടിയുടെ പാപ്പയുടെ പ്രായമുള്ള മനുഷ്യനല്ലേ എന്ന് വിചാരിച്ച് എന്തെങ്കിലും ആവശ്യമുണ്ടാകുമെന്ന് വിചാരിച്ച് കയറി ചെന്നപ്പോ ആ കുഞ്ഞിനെ മാരകമായി, അതല്ലെങ്കിൽ വളരെ മൃഗീയമായി ആ കുഞ്ഞിനെ പീഡിപ്പിക്കുകയും ആ കുട്ടിയുടെ കഴുത്തിൽ കിടക്കുന്ന ഷാളിട്ട് കുഞ്ഞിന്റെ കഴുത്തിലിട്ട് മുറുക്കി കൊന്നുകളഞ്ഞ് ചാക്കിൽ കെട്ടി അറ്റത്തേക്കെറിഞ്ഞ് നാട്ടുകാരെ മുഴുവനും കുഞ്ഞിനെ കാണാനില്ല എന്ന് പറയുമ്പോ ആ തടയാൻ ഈ കൊന്നുകളഞ്ഞ ക്രൂരനായ 55കാരനും 60കാരനും ആ മനുഷ്യരുടെ കൂടെ തടയാൻ കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രത്യേക പശ്ചാത്തലമുള്ള കേരളം എവിടെത്തി? പാടവരമ്പിലൂടെ നടന്നു വരിക ഒരു കുട്ടി. അവിടുത്തെ ചെടിയോട് സംസാരിച്ചിട്ട്, പൂവിനോട് സംസാരിച്ചിട്ട്, ഒന്നും അറിയില്ല, നിഷ്കളങ്കയായ ഒരു പെൺകുട്ടി. മഞ്ചേരിയിൽ, മലപ്പുറം ജില്ലയാണ്. ഞാൻ എന്റെ നാട്ടിലത്തെ ഒരു സംഭവം പറഞ്ഞുണ്ട്. പാടവരമ്പിലൂടെ നടന്നു വരിക ഒരു ഹൈന്ദവ പെൺകുട്ടി. ഒരു ചങ്ങാതി ആ കുട്ടിയെ ഒരു കുട്ടിക്കാട്ടിലേക്ക് കൊണ്ടുപോയി ക്രൂരമായി ബലാത്സംഗം ചെയ്തു. ആ കുഞ്ഞിന്റെ കഴുത്തിൽ കിടക്കുന്ന മാല പൊട്ടിച്ചു. ആ കുഞ്ഞിന്റെ കഴുത്തിൽ കിടക്കുന്ന ഷാളിട്ട് മുറുക്കി കൊന്നുകളഞ്ഞു. അല്ലേ? അത് ചെയ്തവനെ ആ പെൺകുട്ടിയുടെ അച്ഛൻ തന്നെ ഒടിവെച്ചു കൊന്നു. ചെയ്യാൻ പറ്റുമോ? അയാൾ ചെയ്തതും തെറ്റ്, ഇയാൾ ചെയ്തതും തെറ്റ്. അതൊക്കെ ഗവൺമെന്റ് കോടതി തീരുമാനിക്കേണ്ടതാണ്. പത്രം പറയുന്നു അയാളാണ് വെടിവെച്ചത്, നമുക്കറിയില്ല. കുട്ടിയുടെ പേര് കൃഷ്ണപ്രിയ എന്നായിരുന്നു. ഞാൻ പറഞ്ഞതെന്താ? ഹിന്ദുവാണെങ്കിലും ക്രിസ്ത്യാനിയാണെങ്കിലും മുസൽമാനാണെങ്കിലും ഒന്നുമറിയാത്ത ഒരു പെൺകുട്ടിയെ ക്രൂരമായി ബലാത്സംഗം ചെയ്ത് ആ കുട്ടിയുടെ കഴുത്തിൽ കിടക്കുന്ന അരപ്പവൻ മാല മോട്ടിച്ചെടുത്ത് ആ കുട്ടിയുടെ വസ്ത്രമുപയോഗിച്ച് ആ കുട്ടിയുടെ കഴുത്തിൽ മുറുക്കി ആ കുഞ്ഞിനെ കൊന്നുകളയുന്ന മൃഗതുല്യരായ മനുഷ്യർ. എങ്ങനെ ഉണ്ടായി? അല്ലാഹനെ ഓർക്കുന്നില്ല, പരലോകത്തെ ഓർക്കുന്നില്ല,
പരലോകത്തെ ചിന്തിക്കുന്നില്ല, ആഖിറത്തിനെ ഓർക്കുന്നില്ല. നടന്നു പോകുന്ന സ്ത്രീയെ വാഹനം ബോധപൂർവം തട്ടിച്ച് കോടതിയിൽ കേസെത്തി പത്രങ്ങളിൽ കഥകളൊക്കെ എഴുതുമ്പോഴാണ് നമുക്ക് വാർത്ത അറിയുന്നത്. നമുക്കറിയില്ലല്ലോ നാടകം. നടന്നു പോകുന്ന പെണ്ണിനെ ബോധപൂർവം വാഹനം തട്ടിച്ച് ആ പെണ്ണ് റോഡ് സൈഡിലേക്ക് മറിഞ്ഞു വീണ് ചോര വാർമലിക്കുമ്പോ ആ പെണ്ണിന് മെഡിക്കൽ കോളേജിലേക്കാണെന്ന് പറഞ്ഞ് അതേ വാഹനത്തിൽ കെട്ടി കൂട്ടിക്കൊണ്ടുപോയി റോഡ് തിരിച്ചുവിട്ട് റൂട്ട് മാറ്റിവിട്ട് ആ ചോര വാർമലിക്കുന്ന പെണ്ണിനെ മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകുന്ന മൃഗതുല്യരായ മനുഷ്യർ മാറി മാറി ബലാത്സംഗം ചെയ്ത കഥ കേരളത്തിന്റെ മണ്ണിന് പറയാനുണ്ടെങ്കിൽ എവിടെയെത്തി മനുഷ്യർ? ലഹും ഖുലൂബ്, അവർക്ക് ഹൃദയമുണ്ട്. ആർക്ക്? ഒരു പോത്തും ഒരു മൃഗത്തെയും ചതിക്കാൻ വേണ്ടി കാത്തിരിക്കില്ല. ഒരു നാക്കാലിയും ഒരു മൃഗത്തെ ചതിക്കാൻ, ഒരു മനുഷ്യനെ ചതിക്കാൻ കാത്തിരിക്കില്ല. പക്ഷേ മനുഷ്യൻ കാത്തിരിക്കും. മനുഷ്യൻ ചതിക്കാൻ വേണ്ടി കാത്തിരിക്കും. എപ്പോ? ലഹും ഖുലൂബ്, അവർക്ക് ഹൃദയമുണ്ട്, പക്ഷേ ലാ യഫ്തഹൂന ബിഹാ, ആ ഹൃദയം കൊണ്ട് ചിന്തിക്കുന്നില്ല. വലഹും ആദാനുൻ, അവർക്ക് ചെവികളുണ്ട്, ലാ യസ്മഊന ബിഹാ, കേൾക്കേണ്ടത് കേൾക്കുകയില്ല. വലഹും അയ്യുൻ, കണ്ണുകളുണ്ടവർക്ക്, ലാ യുബ്സിറൂന ബിഹാ, കാണേണ്ടത് കാണുകയില്ല. ഉലൈക കൽഅൻആം, അവർ കന്നുകാലികളെ പോലെയാണ്. ബൽ ഹും അലൽ, പോരാ, നാക്കാലി ഇത്ര മൃഗീയത ചെയ്യില്ല, നാക്കാലി ഇത്ര മോശപ്പെട്ട പ്രവൃത്തി ചെയ്യില്ല, അതുകൊണ്ട് മൃഗത്തെക്കാൾ മോശമാണവൻ എന്ന് പരിശുദ്ധ ഖുർആൻ. അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഒരു ഭാഗത്ത് ലഹരിയുടെ ലോകം, ഒരു ഭാഗത്ത് വ്യഭിചാരത്തിന്റെയും ബലാത്സംഗത്തിന്റെയും ഒക്കെ ലോകം, വേറെ ഭാഗത്ത് തട്ടിക്കൊണ്ടുപോകലിന്റെയും പീഡനങ്ങളുടെയും കഥകൾ. കോടതിയുടെ പ്രതിക്കൂട്ടിൽ കയറി നിൽക്കുന്ന ആ പ്രതികൾ കയറി നിൽക്കേണ്ട, അല്ലെങ്കിൽ വിസ്തരിക്കാൻ കയറി നിൽക്കുന്ന ആ പ്രത്യേകമായ സ്ഥലത്തുനിന്ന് 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയോട് കോടതി ചോദിക്കുന്നു, നിന്റെ ഗർഭത്തിൽ ഉത്തരവാദി ആരാണ്? ഈ ഗർഭത്തിൽ ഉത്തരവാദി ആരാണ് എന്ന് ചോദിക്കുമ്പോ തന്റെ കൈ തനിക്ക് ജന്മം നൽകാൻ ദൈവം തമ്പുരാൻ കാരണക്കാരനാക്കി മാറ്റിയ, എനിക്ക് ജന്മം നൽകാൻ ദൈവം തമ്പുരാൻ കാരണക്കാരനാക്കി മാറ്റിയ സ്വന്തം അച്ഛന്റെ നേരെ വിരൽ ചൂണ്ടി ഈ ഗർഭത്തിൽ ഉത്തരവാദി ഇയാളാണ് എന്ന് കോടതിയിൽ വെച്ച് നേർക്ക് നേരെ അച്ഛന്റെ മുഖത്തേക്ക് വിരൽ ചൂണ്ടി ഇയാളാണ് പ്രതി എന്ന് പറയുന്ന ഒരു പ്രത്യേക പശ്ചാത്തലത്തെ നമ്മൾ കാണുന്നു. പ്രിയപ്പെട്ടവരെ, എവിടെ ധാർമ്മികത? എവിടെ മൊറാലിറ്റി? എവിടെ മനുഷ്യത്വം? എവിടെ? ഓർക്ക്. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. കണ്ടോ, ഇതിനെതിരൊക്കെ നമ്മൾ സംസാരിക്കണം. ശക്തമായ ബോധനം അല്ലെങ്കിൽ ഉത്ബോധനങ്ങൾ നടക്കണം. നല്ല ചിന്തനീയമായ ക്ലാസുകൾ ഉണ്ടാവണം. സംശയമേ ഇല്ല. കാരണം കാലം വളരെ മോശമായിക്കൊണ്ടിരിക്കുകയാണ്. അള്ളാഹു നമ്മളെയും നമ്മുടെ മക്കളെയും നമ്മുടെ അനിയന്മാരെയും ജ്യേഷ്ഠന്മാരെയും ഒക്കെ ഈ രംഗത്ത് സൂക്ഷ്മത കാണിക്കുന്ന, തെറ്റിൽ നിന്ന് മാറി നിൽക്കുന്ന, പരമാവധി തഖ്വയോടുകൂടി ജീവിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. യുവാക്കളെ, ഇത് ചോരത്തിളപ്പിന്റെ സമയമാണ്. നമുക്ക് തോന്നും നമ്മെ തടയാൻ ആരുമില്ല, എന്നെ തടുക്കാൻ ആരുമില്ല, ഞാനിത് ചെയ്താൽ, ഞാനിങ്ങനെ പറഞ്ഞാൽ, ഞാൻ ഇവിടേക്ക് പോയാൽ, ഞാൻ അതിന് കൂട്ടുനിന്നാൽ ആരും എന്നെ തടുക്കാനില്ല എന്നൊരു തോന്നൽ. പക്ഷേ എല്ലാം അറിയുന്ന റബ്ബിന്റെ മുമ്പിൽ കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്, മരണത്തിന്റെ രുചി എല്ലാവരും ആസ്വദിക്കുമല്ലോ. ആ മരണമാകുന്ന വിളി, കല്യാണ ദിവസം നിന്നെ ഒരുക്കാൻ, നിന്റെ വസ്ത്രം നിനക്കെടുത്തു തരാൻ, ഒരു പൗഡർ പോലും ഇട്ടു തരാൻ, നിന്റെ ചെരുപ്പോ ഷോ ഒന്ന് നീക്കിത്തരാൻ, നിന്റെ വസ്ത്രമൊന്ന് കയ്യിലേക്ക് എടുത്തു തരാൻ, നിന്റെ കൂട്ടുകാരന്മാർ ഒരു സ്പ്രേ അടിച്ചു തരാൻ, എല്ലാം നിനക്കറിഞ്ഞിട്ടും എല്ലാത്തിനും നിനക്ക് കഴിവുണ്ടായിട്ടും ശക്തിയുണ്ടായിട്ടും നിന്നെ ഹെൽപ്പ് ചെയ്യാൻ തയ്യാറായിരുന്ന നിന്റെ കൂട്ടുകാരന്മാരെ കുറിച്ച് നീ ഓർക്കുന്നത് പോലെ മരണമാകുന്ന ആ ദിവസം, ആ മരണമാകുന്ന വാഹനം, മരണമാകുന്ന വിളിയാളം നിന്റെ മൂപ്പിലേക്ക് എത്തി, നിന്നെ കഫൻ പുടവയിലേക്ക് വെക്കുമ്പോ നിന്റെ കൂട്ടുകാരന്മാർ അവിടെ സുഗന്ധം ഉപയോഗിക്കുന്നത്, അത് അന്ന് വാഹനത്തിലേക്ക് കയറ്റിയതുപോലെ മയ്യത്ത് കെട്ടിലേക്ക് നിന്നെ എടുത്തു വെക്കുന്നത് ആഹ്ലാദത്തോടും ആനന്ദത്തോടും കൂടിയാണ് അന്ന് നിന്നെ വാഹനത്തിലേക്ക് ആനയിച്ചു കൊണ്ടുപോയതെങ്കിൽ മൗനമായി മോഹതയോടുകൂടി മയ്യത്ത് കെട്ടിലേക്ക് നിന്നെ കൊണ്ടുപോകുന്നത്, ആ മയ്യത്ത് കെട്ടിലും വഹിച്ച് പള്ളിപ്പറമ്പിലേക്ക് നടന്നു പോകുന്നത് ഓർക്കണം.
അന്ന് സമാധാനമില്ലാത്ത ആത്മാവ് വിളിച്ചു പറയും, എന്ത് കൊണ്ടുപോകല്ലേ, അഖിറൂനി അഖിറൂനി, താമസിപ്പിക്ക്. നമ്മുടെ വാപ്പ മരിച്ചാൽ നാട്ടുകാരും വരുന്നില്ല, പള്ളിക്കമ്മിറ്റി ആരും ഇടപെടുന്നില്ല, നമുക്ക് പ്രയാസമല്ലേ ഉണ്ടാവുക? ഒരു ദിവസം കഴിഞ്ഞു, 2 ദിവസം കഴിഞ്ഞു, 3ആയി, ആരും മയ്യത്ത് കുളിപ്പിക്കുന്നില്ല, കഫൻ പുടവയിൽ വെക്കുന്നില്ല, മയ്യത്ത് കൊണ്ടുപോകാനുള്ള ഒരുക്കങ്ങൾ നടത്തുന്നില്ല. നമ്മൾ ചോദിച്ചു പോകും, എന്താ എന്റെ ഉപ്പ നിങ്ങളോട് ചെയ്ത തെറ്റെന്താ? എന്റെ ഉപ്പാനെ കൊണ്ടുപോകാത്തതെന്താ? ആർക്കവിടെ പാത്തുവെക്കാൻ താല്പര്യമുള്ളത്? ആർക്കാ? നമ്മൾ മരിച്ചാൽ, ഷിയാബ് ഇപ്പൊ മരിച്ചാൽ എന്റെ അഡ്രസ് കഴിഞ്ഞു, ഇവിടുത്തെ അല്ലേ, കഴിഞ്ഞില്ലേ? പിന്നെ ഷിയാബ് നിങ്ങൾ പറയോ? ഇല്ല, എന്റെ നമ്പറിൽ നാട്ടിലേക്ക് വിളിച്ചിട്ട് മയ്യത്ത് എപ്പോഴാ കൊണ്ടുവരേണ്ടത്, മയ്യത്ത് എങ്ങോട്ടാ കൊണ്ടുവരേണ്ടത്, മയ്യത്ത് എവിടെ എത്തി, ഷിയാബ് എവിടെ എത്തി എന്ന് ചോദിക്കൂല, മയ്യത്ത് എവിടെ എത്തി, അല്ലേ? സത്യല്ലേ? ആണ്. എന്നിട്ട് പ്രിയപ്പെട്ടവരെ, ഇതിനൊരു മുന്നൊരുക്കം നടത്തിയോ? ആ യാത്ര ഒരു പാസ്പോർട്ടിന്റെയും ആവശ്യമില്ല, ഒരു പേപ്പറിന്റെയും ആവശ്യമില്ല, ഒരു റെക്കോർഡും തയ്യാറാക്കേണ്ടതില്ല. ഇവിടെ ഈ ലോകത്ത് നിന്ന് പോകാൻ. പക്ഷേ നമസ്കാരത്തിന്റെ ബാഗ്, നമസ്കാരത്തിന്റെ ആ ഒരു കെട്ട്, നോമ്പിന്റെ ഒരു മുതൽക്കൂട്ട് നമ്മുടെ കയ്യിലുണ്ടാകണ്ടേ? വേണ്ടേ? സത്യസന്ധതയുടെ, ഈമാനിന്റെ, നീതിയുടെ, ഏറ്റവും നല്ല നിഷ്കളങ്കതയുടെ, നല്ല പെരുമാറ്റത്തിന്റെ, നല്ല കൾച്ചറിന്റെ, നല്ല സംസ്കാരത്തിന്റെ, നല്ല പെരുമാറ്റത്തിന്റെ, നല്ല മര്യാദയുടെ, വലിയവരെ ബഹുമാനിച്ചതിന്റെ, ചെറിയവരോട് കരുണ കാണിച്ചതിന്റെ ഒക്കെ ഒരു മുതൽക്കൂട്ട് നമ്മുടെ കയ്യിലുണ്ടാകണ്ടേ? നിസ്സാരമായ ഒരു ഗൾഫിലെ യാത്രയ്ക്ക് വേണ്ടി ഒരുങ്ങുമ്പോ, മോനെ എവിടെ പാസ്പോർട്ട് എന്ന് ചോദിക്കുന്ന ഉപ്പ, എവിടെ നിന്റെ ടിക്കറ്റ് എന്ന് ചോദിക്കുന്ന ചേട്ടൻ, കൂട്ടുകാരന് കൊടുക്കാനുള്ള ലെറ്റർ എവിടെയെന്ന് ചോദിക്കുന്നവർ, ഒരു തുണിയെപ്പോലും, ഒരു അടിവസ്ത്രത്തെപ്പോലും ചോദിച്ച് അത് മടക്കി വെച്ചിട്ടില്ലേ, സൂക്ഷിച്ചിട്ടില്ലേ? ഒരു സോപ്പിനെ കുറിച്ച് ചോദിക്കാൻ ആളുണ്ടെങ്കിൽ നാളെ വരാനിരിക്കുന്ന അനന്തമായ ലോകത്തിലേക്കുള്ള യാത്രക്കൊരുങ്ങാൻ ആരെങ്കിലും ചോദിക്കാറുണ്ടോ? ഉണ്ടോ? അനിയനോട്, ജ്യേഷ്ഠനോട്, സ്വന്തം മകനെ അടുത്തേക്ക് വിളിച്ച്, മോനെ ഒരുക്കം നടത്തിയിട്ടുണ്ടോ എന്ന് ചോദിക്കാൻ സമയമായിട്ടില്ലേ? സമയമായിട്ടില്ലേ? ഉണ്ട്. ആ മരണം പ്രിയപ്പെട്ടവരെ 2 വിധത്തിലാ. ഞാനത് വിശദീകരിക്കുന്നില്ല. ദുഷ്ടന്റെ മരണവും വിശ്വാസിയുടെ മരണവും. ലോകത്തിൽ ഏറ്റവും എളുപ്പമുള്ള മരണം ലഭിച്ചിരിക്കായിരിക്കും മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. റബീഉൽ അവ്വൽ 12 തിങ്കൾ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ലോകത്തോട് വിട പറയാ. മഹദി ആയിഷ റളിയല്ലാഹു അൻഹ നമ്മുടെ ഉമ്മാന്റെ തോളിലേക്ക് ചെരിഞ്ഞു കിടന്ന് റബീഉൽ അവ്വൽ 12 തിങ്കളാഴ്ച 2 കൈകളും ഇങ്ങനെ മുകളിലേക്ക് ഉയർത്തി, ഉന്നതനായ കൂട്ടുകാരനിലേക്ക് എന്ന് പറഞ്ഞ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ പടച്ചവനോട് ഒരുപാട് പ്രാർത്ഥിച്ചു. നാദാ, പടച്ചവനെ, അല്ലാഹുമ്മ ലാ തജ്അൽ ഖബരി ഈദാ. സുന്നി സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, സമസ്തക്കാരെ, മനുഷ്യരെ, മുഅ്മിനീങ്ങളെ, മുസ്ലിങ്ങളെ ഓർക്കണം. കടുത്ത പാപം ലഭിക്കുന്ന ഒരു വിഷയത്തെ മരിക്കുന്നെന്ന് പോലും മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മപ്പെടുത്തി. അല്ലാഹുമ്മ ലാ തജ്അൽ ഖബരി ഈദാ. പടച്ചവനെ, എന്റെ ഖബറിനെ നീ ഉത്സവപ്പറമ്പാക്കി മാറ്റരുത് നാഥാ. നാഥാ, എന്റെ ഖബറിനെ നീ ഉത്സവപ്പറമ്പാക്കി മാറ്റരുത് നാഥാ. അല്ലാഹുമ്മ ലാ തജ്അൽ ഖബരി വതന യുഅബദ്. നാഥാ, എന്റെ ഖബറിനെ നീ ആരാധിക്കപ്പെടുന്ന ബിംബമാക്കല്ല നാഥാ. പറഞ്ഞിട്ടില്ലേ? മരിക്കുന്നെന്നും പറഞ്ഞു, അതിനു മുമ്പും പറഞ്ഞു. ശ്രദ്ധിച്ചോളിട്ടോ. ആരെ ഖബർ? മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതിലും വലിയൊരു തങ്ങൾ നമുക്ക് ഇനി വേറുണ്ടോ? ഇല്ല. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ റഹ്മത്തുൽ ലിൽ ആലമീൻ, മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്റെ വാപ്പയേക്കാൾ, എന്റെ ഉമ്മയേക്കാൾ, എന്റെ ചേട്ടനേക്കാൾ, എന്റെ അനിയനേക്കാൾ, എന്റെ വാഹനത്തെക്കാൾ, എന്റെ കച്ചവടത്തെക്കാൾ, എന്റെ ഇടപാടുകളെക്കാൾ, ഈ ലോകത്തുള്ള സർവ്വ മനുഷ്യരെക്കാൾ, ഈ ലോകത്തിലുള്ള സർവ്വ വസ്തുക്കളെക്കാൾ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതിനു മുകളിൽ അല്ലാഹ്. അല്ല കഴിഞ്ഞാൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം മരിക്കുമ്പോ, ലോകത്തോട് വിട പറയുമ്പോ
വേദന സഹിക്കാനാവാതെ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം യാ ആയിഷ ഇന്നലിൽ മൗതി ലസകറാത്ത്, സഹിക്കാൻ പറ്റുന്നില്ലല്ലോ ആയിഷ മരണത്തിന്റെ വേദന എന്ന് വിളിച്ചു പറഞ്ഞു. എവിടെ വെള്ളപ്പാത്രം എന്ന് ചോദിച്ചു. ഒരു നനഞ്ഞ തുണി കൊണ്ട് എന്റെ നെറ്റി ഒന്ന് തുടച്ചുകൊണ്ട് ആയിഷ എന്ന് പറഞ്ഞു. ഫാത്തിമ റളിയല്ലാഹു അൻഹ ഈ രംഗം കണ്ട് വാപ്പാന്റെ വേദന കണ്ടിട്ട്, വാപ്പാന്റെ പ്രയാസം കണ്ടിട്ട് വല്ലാതെ കരയാൻ, ഉച്ചത്തിൽ കരയാൻ ശ്രമിച്ചപ്പോ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം വിരൽ കൊണ്ട് ആംഗ്യം കാട്ടി, മോളെ കരയരുത് മോളെ. പിന്നെ വ്യംഗ്യമായി എല്ലാം ക്ലിയറായി തിരിയാത്ത വിധത്തിൽ പറഞ്ഞു, മോളെ വാപ്പാക്കിനൊരു പ്രയാസമല്ല, വാപ്പ നടന്നു പോകുന്ന വഴിയിൽ ആരും ഇനി ഉപദ്രവം ഉണ്ടാക്കില്ല. വാപ്പ നിസ്കരിച്ചു കൊണ്ടിരിക്കുന്ന മോളെ ആരും ചീഞ്ഞളിഞ്ഞ ഒട്ടകത്തിന്റെ കുടിൽമാല വാപ്പാന്റെ കടുത്തിൽ ചാർത്തില്ല. മോളെ വാപ്പാനെ കൊല്ലാൻ, വാപ്പാനെ ഇല്ലായ്മ ചെയ്യാൻ ഇനി ആരും എന്റെ വീട് വളയില്ല മോളെ. വാപ്പ പോകുന്നത് സാന്ത്വനത്തിന്റെ, ശാന്തിയുടെ ലോകത്തേക്കാണ്, ഉന്നതനായ കൂട്ടുകാരനിലേക്കാണ് മോളെ. അതുകൊണ്ട് ഫാത്തിമ കൽബി, എന്റെ ഹൃദയത്തിന്റെ കഷ്ടമാകുന്ന ഫാത്തിമ, കബരി, എന്റെ കരളിന്റെ കഷ്ടമാകുന്ന ഫാത്തിമ, കരയെന്റെ മോളെ എന്ന് പറഞ്ഞിട്ടും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ റളിയല്ലാഹു അൻഹയോട് പറയാണ്, ഞാൻ 2 മനുഷ്യരുടെ മരണവേദന അനുഭവിക്കുന്നുണ്ട്. 2 മനുഷ്യർക്കുടെ മരണവേദന എത്ര വലുതാണോ അത്ര വേദന ഞാൻ അനുഭവിക്കുന്നുണ്ട്, സഹിക്കാൻ പറ്റുന്നില്ല എന്ന് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സലഫികളെ അല്ലാത്തവരെ നമുക്കുണ്ടാകുന്ന വേദന എത്ര വലുതായിരിക്കും. അല്ലാഹു ലഘൂകരിച്ചു തരുമാറാകട്ടെ. മുഖത്തും മുതകിലും മടിക്കും മലക്കുകൾ. ഒരു മലക്കൊന്നല്ല, ഇസ്രായേലിന് പേരില്ല, ഇല്ല, ഖുർആനിൽ ഹദീസിലില്ല. പണ്ഡിതന്മാരോട് ചോദിച്ചു നോക്ക്. അങ്ങനെ പ്രസംഗിക്കുമ്പോൾ ആളുകളൊക്കെ പറയുന്നല്ലാതെ ഖുർആനിൽ ഹദീസിലൊന്നും അങ്ങനെ പേരില്ല. മലക്കുൽ മൗത്ത് ക്യാപ്റ്റനാണ്. മരണ ഡ്യൂട്ടി ഏറ്റെടുക്കുന്ന മലക്കുകളുടെ മുന്നിൽ മലക്കുൽ മൗത്ത്, കൂടെ വേറെ മലക്കുകളുമുണ്ട്. ഇല്ലെങ്കിൽ യലിരിബൂന എന്ന് പറയില്ല ഖുർആൻ. അവിടെ ജമ്മ പ്രയോഗിച്ചത് പ്ലൂറലാണ്. യലിരിബൂന വുജൂഹും, അവിടെ മുഖങ്ങളിൽ അടിക്കും, വഅദ്ബാറഹും, അവിടെ മുതുകിലടിക്കും. എന്നിട്ട് പറയും, ദൂഖൂ അദാബൽ ഹരീഖ്, വേദനാജനകമായ ശിക്ഷ ആസ്വദിച്ചോ എന്ന് മലക്കുകൾ വിളിച്ചു പറയും. അല്ലേ, നല്ല മനുഷ്യന്റെ മരണമാണ് സംഭവിക്കുന്നതെങ്കിൽ നമസ്കരിച്ചിട്ടുണ്ട്, ശിർക്ക് ചെയ്തിട്ടില്ല, ലോകത്തിന്റെ നാഥനായ റബ്ബ്, അന്ധകടാഹങ്ങളധിപനായ പ്രപഞ്ചത്തിന്റെ നാഥനായ റബ്ബ്, എനിക്കെല്ലാം ഒരുക്കി തന്ന റബ്ബ്, എനിക്ക് വെളിച്ചം തന്ന റബ്ബ്, എനിക്ക് വായു തന്ന റബ്ബ്, എനിക്ക് ജീവിതം അതേ സുന്ദരമാക്കി തന്ന റബ്ബ്, ആരോഗ്യം തന്ന റബ്ബ്, എന്റെ ജീവിതത്തിന്റെ ഉപാധികൾ ഒരുക്കി തന്ന റബ്ബ്, എനിക്ക് റിസ്ക് ഒരുക്കി തന്ന റബ്ബ്, എനിക്ക് നല്ലൊരു വീടുണ്ടാക്കി തന്ന റബ്ബ്, മക്കളെ തന്ന റബ്ബ്, സ്നേഹമുള്ള വാപ്പയെ തന്ന റബ്ബ്, ഉമ്മയെ തന്ന റബ്ബ്, അനുജനെ സമ്മാനിച്ച റബ്ബ്, നാട്ടുകാർക്കിടയിൽ മാന്യമായി ജീവിക്കാൻ അവസരം തന്ന റബ്ബ്, അല്ലേ, എന്നെ എത്ര മാത്രം സ്നേഹിക്കുന്നുവോ വിവരിക്കാനാവാത്ത സ്നേഹം എന്നിലേക്ക് ഇറക്കി തന്ന റബ്ബ്. ആ റബ്ബിനെ മറക്കാൻ പറ്റുമോ കൂട്ടരെ? ആ റബ്ബിലേക്ക് പങ്കെടുക്കാൻ പറ്റുമോ സുഹൃത്തുക്കളെ? ആ റബ്ബിലേക്ക് ശിർക്ക് ചെയ്യാൻ പറ്റുമോ? കടുത്ത പാപം, അത് പൊറുക്കാത്ത പാപം. ഈ അങ്ങാടിയിൽ നിന്ന് എന്റെ ശബ്ദം കേട്ടിട്ട് വീട്ടിലേക്ക് ചെന്ന് നിങ്ങളുടെ ഭാര്യ നിങ്ങളോട് തെറ്റ് ചെയ്താൽ നിങ്ങൾ പുറത്തേക്കാം, നിങ്ങൾ ക്ഷമിച്ചേക്കാം. വസ്ത്രം അയൺ ചെയ്തപ്പോ കത്തിപ്പോയാൽ നിങ്ങൾ ക്ഷമിക്കും, നിങ്ങൾ പൊറുക്കും. അത് കറിയിൽ ഉപ്പ് കൂടിയാലും കുറഞ്ഞാലും, മുളക് കൂടിയാലും കുറഞ്ഞാലും, വേറെന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായാലും ഇല്ലെങ്കിലും ക്ഷമിച്ചേക്കാം നിങ്ങള്. പക്ഷേ നിങ്ങളുടെ കിടപ്പറയിൽ, നിന്റെ ഭാര്യ കിടക്കുന്ന ബെഡ്റൂമിൽ, നീ പങ്കുവെക്കുന്ന ബെഡ്റൂമിൽ നീ കയറി ചെല്ലുമ്പോ ഒരന്യ പുരുഷനെ കണ്ടാൽ ക്ഷമിക്കാനാവില്ല നിനക്ക്. ക്ഷമിക്കാനാവൂ? അവൾ എനിക്ക് മാത്രം തരേണ്ട അവളുടെ ശരീരം മറ്റൊരാൾക്ക് പങ്കുവച്ചാൽ ഇല്ല, ഒരിക്കലും ക്ഷമിക്കാനാവില്ല. ലോകത്തിന്റെ നാഥനായ അല്ലാഹ് അവൻ പറയാണ്, നിങ്ങൾ വേറെന്ത് തെറ്റ് ചെയ്താലും ഞാൻ പൊറുക്കും, ഞാൻ മാപ്പ് തരും. പ്രത്യേകം തൗബ ചെയ്തിട്ടില്ലെങ്കിൽ തന്നെ
പ്രത്യേകം തൗബ ചെയ്തിട്ടില്ലെങ്കിൽ തന്നെ, തൗബ ചെയ്യാതിരിക്കാനല്ല, പിന്നെ അമൽ വർദ്ധിപ്പിച്ച്, സൽക്കർമ്മം വർദ്ധിപ്പിച്ച്, സുഹൃതം വർദ്ധിപ്പിച്ച്, സൽക്കർമ്മ ചെയ്യുന്നവനായി സുഹൃതം ചെയ്യുന്നവനായി മുന്നോട്ട് പോകുമ്പോ ഒരുപക്ഷെ അള്ളാഹു പുറത്തേക്കാം. പക്ഷേ എല്ലാം ഒരുക്കി തന്ന റബ്ബ്, അതാ പറഞ്ഞത്, നമ്മളറിയാതെ, നമ്മൾ ആവശ്യപ്പെടാതെ ഭൂമിയിലേക്ക് നമ്മളെ കൊണ്ടുവന്ന് ഇത്രയും സുന്ദരമായ ഒരു ജീവിതം നമുക്ക് സമ്മാനിച്ച ലോകത്തിന്റെ സൃഷ്ടാവായ റബ്ബുണ്ടല്ലോ, അവനിലേക്ക് പങ്കുചേർത്ത് അവന് പകരക്കാരെ നിശ്ചയിച്ച് അവനോട് ചോദിക്കേണ്ടത് വേറൊരു ശക്തിയോട് ചോദിച്ചു പോയാൽ, അവനിലേക്ക് നടത്തേണ്ട ഇസ്തിഗാസ അവനിലേക്കല്ലാത്തവരിലേക്ക് നടത്തിപ്പോയാൽ, അവനിലേക്ക് നടത്തേണ്ട ദുആ മുഴുവനും അവനിലേക്കാണ്, അത് വേറൊരാളിലേക്ക് ചെയ്തു പോയാൽ, നേർച്ചയും വഴിപാടും അവന്റെ കൂലി ആഗ്രഹിക്കാതെ ചെയ്തു പോയാൽ, ബലിയെറുക്കുമ്പോ അവന്റെ നാമമല്ലാതെ ഉച്ചരിച്ചു പോയാൽ, സത്യം ചെയ്യുമ്പോ അവന്റെ നാമത്തിലല്ലാതെ സത്യം ചെയ്തു പോയാൽ, വഴിപാടുകളും നേർച്ചകളും അവനിലേക്കല്ലാതെ നിങ്ങൾ റോട്ട് മാറ്റിവിട്ടാൽ, ഇന്നല്ലാഹ ലാ യഗ്ഫിറു അൻ യുശ്റക ബിഹി വയഗ്ഫിറു മാ ദൂന ദാലിക ലിമൻ യശാ. അതല്ല പൊറുക്കൂല. പൊറുക്കൂ. നിങ്ങളെ ഷോപ്പിൽ വർക്ക് ചെയ്യുന്ന ഒരാള് നിങ്ങളോട് തെറ്റ് ചെയ്തു, ചെറിയ തെറ്റാണ്, നിങ്ങൾ ക്ഷമിച്ചു, പുറത്തു, 1 വട്ടം 2 വട്ടം 3 വട്ടം, പിന്നെ ചെയ്താലോ തെറ്റ് ചെറുതാണെങ്കിൽ നിങ്ങൾ അവനെ പിരിച്ചുവിടും. അല്ലേ? മനുഷ്യരെ കല്ലുടിക്കാൻ പാടില്ല, കുടിച്ചു. പാൻപരാഗ് തിന്നാൻ പാടില്ല, തിന്നു. വലിക്കാൻ പാടില്ല, വലിച്ചു. വൃത്തികേട് കാണാൻ പാടില്ല, കണ്ടു. വൃത്തികേട് ചെയ്യാൻ പാടില്ല, ചെയ്തു. ഉമ്മനെ ആക്ഷേപിക്കാൻ പാടില്ല, ആക്ഷേപിച്ചു. വാപ്പനെ പരിഹസിക്കാൻ പാടില്ല, പരിഹസിച്ചു. വാപ്പാനോടും ഉമ്മാനോടും ധിക്കാരം ചെയ്യാൻ പാടില്ല, ചെയ്തു. എന്നിട്ടും അല്ലാഹ് ചാൻസ് തന്നു ഭൂമിയിൽ പിന്നെയും 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 നന്നാവാൻ. 1 വട്ടമല്ല, 1000കണക്കിന് തവണ തന്നില്ലേ? നമുക്ക് തന്നില്ലേ? 40 കൊല്ലത്തിനിടയിൽ 30 കൊല്ലത്തിനിടയിൽ തന്നു. അല്ലേ? അല്ലാഹ് പൊറുക്കും. നന്നായിക്കോ, വേഗം ഉമ്മാനോട് മാപ്പ് ചോദിച്ചേക്ക്, വാപ്പാനോട് മാപ്പ് ചോദിച്ചേക്ക്. പക്ഷേ അടിത്തറ ശരിയാകണം. ഏതടിത്തറ? തൗഹീദിൽ അധിഷ്ഠിതമായ ജീവിതമാകണം. ശിർക്ക് കലരാത്ത ജീവിതമാകണം. ശിർക്ക് കലരാത്ത ജീവിതമാകണം. അത് കലർന്നാൽ ഒന്നും അല്ലാഹുവിൽ പങ്കു ചേർക്കാതെ മരിച്ചാൽ, ഒരു മനുഷ്യൻ മരിച്ചു, അവൻ അല്ലാഹു